നമസ്കാരം പ്രിയപ്പെട്ടവരെ. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി മഹാക്ഷേത്രത്തിൻ്റെ 12 കളഭ മഹോത്സവവും അവതാര ചാർത്തും നടക്കുന്ന ഈ ധന്യവേളയിൽ സനാതനധർമ്മ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി എല്ലാ സന്ധ്യയ്ക്കും നടത്തപ്പെടുന്ന ഈ വിചാരയജ്ഞത്തിന് ഭഗവാൻ അവസരം തന്ന ഭാഗ്യവാന്മാരിൽ ഒരാളായി ഞാനും പെട്ടതിൽ അങ്ങേയറ്റത്തെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. സാധാരണ ക്ഷേത്രങ്ങൾ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ സൗകര്യമോ പന്തലോ ആളുകൾ നിശബ്ദരായിരിക്കുന്ന ഒരവസ്ഥയൊന്നും ഇവിടെ ഇല്ല. എങ്കിലും എന്നാൽ പറ്റും വിധം എന്നിൽ അർപ്പിച്ച കർമ്മം ഞാൻ ചെയ്തു തീർക്കുകയാണ്. കാരണം ആളുകൾ ഭഗവാനെ കാണാനുള്ള തിടുക്കം കൊണ്ട് ഓടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ അവർക്ക് ഇത്തരം വിചാരമാർഗമൊന്നും സ്വീകാര്യമായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്നെ കേൾക്കാൻ അല്പം ചിലർ ഇരിക്കുന്നുണ്ട്. മറ്റ് അധികം പേരും ഭഗവാനെ തൊഴാനുള്ള ദീപാരാധന തൊഴാനുള്ള തിരക്കിലാണ്. എനിക്കും വലിയ ആഗ്രഹമാണ് ദീപാരാധനയൊക്കെ തൊഴാൻ. പക്ഷേ ഇന്ന് എനിക്ക് വാക്കുകൊണ്ട് ആരതി ഒഴിയാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഭഗവാന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഭഗവാന് വേണ്ടി സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങളിൽ ചിലർക്കത് ഗുണപ്പെടുമെങ്കിൽ അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നൂറ്റാണ്ടുകളായി ഭഗവാന്റെ സേവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഭക്തന്മാർ, ഉപാസകന്മാർ, ഭഗവാന്റെ മാറിൽ ചേർന്നിരിക്കുന്ന അവിടുത്തെ ഭക്തന്മാർ, അവർക്കെല്ലാം ആറന്മുളയപ്പൻ, തിരുവാറന്മുളയപ്പൻ എന്ന് പറഞ്ഞാൽ എത്രയോ കരകളുടെ നാഥനാണ്. ഈ വള്ളംകളി വളരെ പ്രസിദ്ധമായതുകൊണ്ട് തിരുവാറന്മുളയപ്പന് പ്രത്യേകിച്ച് വേറെ ഒരു പരസ്യവും ആരും കൊടുക്കേണ്ട കാര്യമില്ല. ലോകം മുഴുവൻ അറിയപ്പെടുന്ന സാംസ്കാരികമായ ഒരു പശ്ചാത്തലം തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിനുണ്ട്. പാർത്ഥസാരഥി എന്ന വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനനാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷേ അർജുനൻ എന്ന് പറഞ്ഞാൽ പോരെ, അർജുനന്റെ സാരഥി എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ കിരീടിയുടെ സാരഥി എന്നോ വിജയന്റെ സാരഥി എന്നൊന്നും പറഞ്ഞില്ല. പാർത്ഥന്റെ സാരഥി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ മഹാഭാരതത്തിന്റെ യുദ്ധ കാലഘട്ടത്തിൽ സ്വന്തം രാജ്യവും ഊരും വീടും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായി സ്വജനങ്ങളുടെ, ബന്ധുക്കളുടെ തന്നെ അത്യന്തം ഹീനമായ ആക്രമണം കൊണ്ട് വീട് വിട്ടു പോകേണ്ടി വരുന്ന, നാട് വിട്ടു പോകേണ്ടി വരുന്ന ഖിന്നരായ പാണ്ഡവരുടെ വേദന, ആ വേദനയുടെ കാഠിന്യം അവർക്ക് ഒരിക്കലും അനുഭവപ്പെടാതിരുന്നത്, നഷ്ടത്തിൻ്റെ വേദന അവർ മനസ്സിലാക്കാതിരുന്നത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്. ഭീമനോ അർജുനനോ നകുലനോ സഹദേവനോ ഇവരൊന്നും ദുഃഖത്തിൻ്റെ തീച്ചൂളയിൽ പോലും ആ ദുഃഖത്തിൻ്റെ തീവ്രത അറിയാതിരുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ശ്രീകൃഷ്ണന് പാണ്ഡവരെന്നോ കൗരവരെന്നോ ഭേദബുദ്ധിയില്ല. കാരണം ഭഗവാൻ അവതാരമാണ്, ഈശ്വരാവതാരമാണ്. ഈശ്വരന് ഭേദബുദ്ധിയില്ല. ഈശ്വരനൊരു ഭേദബുദ്ധി വരണമെങ്കിൽ ധർമ്മവും അധർമ്മവും നമ്മൾ ഏറ്റുമുട്ടൽ വരണം. ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടൽ വരുമ്പോൾ ഈശ്വരൻ തീർച്ചയായും ധർമ്മപക്ഷത്തേക്ക് വരും. പക്ഷേ ധർമ്മപക്ഷത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ പൂർവകർമ്മങ്ങൾ നാം അനുഭവിച്ച് തീരുക തന്നെ വേണം. പലപ്പോഴും നമുക്ക് ഒരു ചോദ്യം മനസ്സിൽ കാണാം. ഇത്രയധികം പാണ്ഡവർ കാട്ടിൽ അലഞ്ഞിട്ടും വേഷം മാറി നടന്നിട്ടും ദുര്യോധനാദികളുടെ പീഡ സഹിച്ചിട്ടും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് കൂടെ നിന്നതല്ലാതെ അവർക്ക് എന്തുകൊണ്ട് ഉടനടി ഒരു സമാനം, ഒരു സഹായം ചെയ്തില്ല? എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. എന്നോടും പലരും ചോദിക്കാറുണ്ട്. അപ്പം അവരിങ്ങനെ പറയും, ദുഷ്ടന്മാരെ ഇങ്ങനെ പന പോലെ വളർത്തുകയല്ലേ ഭഗവാൻ, ഞങ്ങളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇത്ര ദുഃഖം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്.
ദുഃഖത്തിന് നിദാനം പൂർവകർമ്മം തന്നെയാണ്. അർജുനാദികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം, അഗ്നി പരീക്ഷയാണ് വനവാസകാലം. ആ വനവാസകാലത്തിലും ഭഗവാനും സഞ്ജയനുമെല്ലാം പാണ്ഡവാദികളെ കാണുകയും ഉപദേശം നൽകുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ പരമഭക്തയാണ് ദ്രൗപദി. ദ്രൗപദിക്ക് ദുര്യോധനാദികളിൽ നിന്ന് ഏറ്റ അപമാനം, ആ അപമാനമാണ് സത്യം പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ മൂലകാരണം. യുദ്ധത്തിന്റെ മൂലകാരണം അതാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ദുര്യോധനാദികളുടെ കൊട്ടാരം സന്ദർശിക്കുന്ന വേളയിൽ, അല്ല, പാണ്ഡവരുടെ കൊട്ടാരം സന്ദർശിക്കുന്ന വേളയിൽ ഈ ദുര്യോധനന് പറ്റിയ അമളി കണ്ട് ചിരിച്ച പാഞ്ചാലിയുടെ ആ ആസ്ഥാനത്തുള്ള ചിരിയാണ് കാരണമെന്നും പറയുന്നുണ്ട്. ഇനി അതല്ല, അത് ഒഴിവാക്കിയാലും ക്രുദ്ധനായ ദുര്യോധനനെ സൃഷ്ടിച്ചത് അധികാരപ്രമത്തതയാണ്. എങ്ങനെയും എല്ലാം എനിക്ക് മാത്രം ആസ്വദിക്കാനും അനുഭവിക്കാനും പിടിച്ചടക്കണമെന്ന ദുരയാണ്. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാതെ ഇനിയും ഇനിയും വേണം, ഇനിയും ഇനിയും എനിക്ക് ഭൂമി വേണം, സഹോദരങ്ങൾക്ക് കൊടുക്കില്ലെന്ന ചിന്തയാണ്. ഒരാൾ സ്വസഹോദരന്മാരിൽ പോലും സാഹോദര്യം കാണുന്നില്ല. അർജുനനാവട്ടെ ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിൽ പോലും സഹോദരങ്ങളെയും അമ്മാവന്മാരെയും ഗുരുക്കന്മാരെയും എല്ലാം കണ്ട് പതറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. കാരുണ്യം ആരോട് പാടില്ലയോ അവരോട് കാരുണ്യം തോന്നുന്നത് അധർമ്മമാണ്. ശത്രു ദയ അർഹിക്കുന്നില്ല എന്ന് നമ്മുടെ വാസുദേവൻ നായർ എഴുതിയ പോലെ ശത്രു ദയ അർഹിക്കുന്നില്ല. കാരണം ശത്രു ആവുന്നത് അധർമ്മം ചെയ്തുകൊണ്ടായതുകൊണ്ട് ഒരു സ്ത്രീയെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ വസ്ത്രാക്ഷേപം ചെയ്യുവാനും ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനും ഒക്കെ കാണിക്കുന്ന ആ കൗടില്യം, അത് അധർമ്മത്തിന്റെ അങ്ങേയറ്റമാണ്. നമ്മുടെ രണ്ട് ഇതിഹാസങ്ങൾ മഹാഭാരതവും രാമായണവുമാണ്. ഈ രണ്ട് ഇതിഹാസങ്ങളുടെയും പ്രത്യേകത, ഈ രണ്ടിലും ഘോര യുദ്ധങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. ആ യുദ്ധങ്ങളെല്ലാം ഉണ്ടായത് സ്ത്രീ കാരണമാണ്, സ്ത്രീക്ക് വേണ്ടിയാണ്, സ്ത്രീയെ വീണ്ടെടുക്കുവാനാണ്. അപ്പൊ സ്ത്രീയെ വീണ്ടെടുക്കുവാൻ വേണ്ടി നടത്തിയ രണ്ട് യുദ്ധങ്ങളാണ് രാമായണത്തിലെ രാമരാവണ യുദ്ധവും മഹാഭാരതത്തിലെ പാണ്ഡവ കൗരവ യുദ്ധവും. ഈ രണ്ടിലും ധർമ്മമാണ് ഉരകല്ല്. ധർമ്മത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ് തെറ്റ്, ധർമ്മത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ് ശരി, അത്ര മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കണ്ണിൽ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്നോ, നിങ്ങൾ ഏത് ജാതിക്കാരനാണെന്നോ, നിങ്ങൾ ഏത് ഊരുകാരനാണെന്നൊന്നും പ്രശ്നമില്ല. ഭഗവാന്റെ കണ്ണിൽ ധർമ്മം അധർമ്മം എന്ന് രണ്ട് തുലാസ് മാത്രമേ ഉള്ളൂ. അതിൽ ധർമ്മത്തിന്റെ തട്ട് താണിരിക്കുന്നെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ രക്ഷയ്ക്കെത്തും. അധർമ്മമാണ് കൂടിയിരിക്കുന്നെങ്കിൽ ഭഗവാൻ നിങ്ങളെ പരിഗണിക്കുകയില്ല എന്നതാണ് ആത്യന്തികമായി രണ്ട് ഇതിഹാസങ്ങളും നൽകുന്ന സന്ദേശം. അപ്പൊ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി കർമ്മം ചെയ്യുവാനുള്ള വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു രാമായണ മഹാഭാരതാദി കൃതികൾ. ഇവിടെ വളരെ ശ്രദ്ധിച്ചോർക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വജനങ്ങളോട് അവർ കടുത്ത അധർമ്മം ചെയ്തിട്ട് പോലും മമതാബുദ്ധിയുള്ളവനായി അർജുനൻ മാറി. അങ്ങനെ തൻ്റെ ഭാര്യയ്ക്ക് നേരിട്ട അപമാനത്തിൽ ഇത് തൻ്റെ ഭാര്യയ്ക്കാണല്ലോ നേരിട്ടത്, അവളും എൻ്റെ ആളല്ലേ എന്ന് ചിന്തിക്കാനുള്ള ബോധം ഇല്ലാതെ പോയി. സ്വന്തം ഭാര്യയെ ഇനിയൊരുത്തൻ അവഹേളിക്കുമ്പോൾ അവിടെ നോക്കി നിന്ന് അവർക്ക് വേദനിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു തരം രാഷ്ട്രീയ ക്ലീബത എന്ന് പറഞ്ഞാൽ ഗീതയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ആണും പെണ്ണും കെട്ടൊരവസ്ഥ, ഒരു നിർണയം എടുക്കാൻ കഴിയാത്ത അവസ്ഥ, മനസ്സിന്റെ ചാഞ്ചല്യം എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ ഇംഗ്ലീഷ് മെലങ്കളി അല്ലെങ്കിൽ ഡിലമ, മെലങ്കളിയേക്കാൾ ഡിലമയാണ്, അതായത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ധർമ്മസങ്കടമാണ്. അർജുനൻ ഈ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അധ്യാപകരെയും എല്ലാം കൊന്നിട്ട് കിട്ടുന്ന വീരസ്വർഗം ആസ്വാദ്യമായിരിക്കുമോ? ആ സ്വർഗം കൊണ്ട് ദുഃഖമല്ലേ ഉണ്ടാവൂ? സ്വജനങ്ങളെല്ലാം കൊന്നിട്ട്, എല്ലാവരെയും കൊന്നിട്ട് എന്തിനാണ് സ്വർഗം എന്ന ഒരു ന്യായവാദം ഉന്നയിക്കുകയാണ്. എന്നാൽ ഭഗവാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്തിൽ? ഒരു സ്ത്രീയുടെ കണ്ണീർ, ധർമ്മിഷ്ഠയായ ഭക്തയായ ആർക്കും ദ്രോഹം ചെയ്യാത്ത ഒരു സ്ത്രീയുടെ കണ്ണീർ, ഈ ആണുങ്ങളെന്ന് മേനി നടിച്ച് ആരോഗ്യവാന്മാരായ യോദ്ധാക്കളായ ലോകൈക വീരന്മാരായ ആണുങ്ങളുടെ മുമ്പിൽ കണ്ണീര് വീണിട്ടും അവിടെ ഒരു യുദ്ധം ഉണ്ടാവാതിരുന്നാൽ ഈ ലോകത്ത് ഭഗവാൻ ഇല്ലെന്ന് പറയേണ്ടി വരും.
ഇപ്പം മഹാഭാരത യുദ്ധത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ, ഭക്തയായൊരു സ്ത്രീയുടെ, ധർമ്മിഷ്ഠയായൊരു സ്ത്രീയുടെ കണ്ണീരിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. ഇതേപോലെ തന്നെയാണ് രാമായണത്തിലും ഒരു പതിവ്രതാരത്നമായ സീതാദേവിയുടെ കണ്ണീരിൽ നിന്നാണ് രാവണന്റെ കോട്ടയും രാവണന്റെ കൊട്ടാരങ്ങളും രാവണന്റെ സ്വർണ്ണ നിർമ്മിതമായ വിമാനവുമെല്ലാം അഗ്നിക്കിരയാവുന്നതിന്റെ കാരണം ഒരു സ്ത്രീയുടെ കണ്ണീരാണ്. ഒരു സ്ത്രീയുടെ കണ്ണീർ അഗ്നിക്ക് തുല്യമാണെന്ന് കാണിച്ചു തന്ന രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്. നിർഭാഗ്യവശാൽ 40 വയസ്സിനുള്ള താഴെയുള്ള ആർക്കും ഇതിനെ താല്പര്യമില്ല എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ ദുരവസ്ഥ. ഇതര മതങ്ങളിൽ അവർ ശവക്കല്ലറ കൊടുക്കില്ല. അവരുടെ കൃത്യമായ റിലീജിയസ് ആക്ടിവിറ്റീസിൽ, അത് മതപരമായ ചടങ്ങുകൾ പങ്കുകൊണ്ടില്ലെങ്കിൽ മരിച്ചാൽ അവിടെ അടക്കാൻ സമ്മതിക്കില്ല, വിവാഹം നടക്കില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു നിബന്ധനയും ഇല്ലാത്തതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഇതിനൊന്നും വിലയില്ല. എന്നാൽ സായിപ്പന്മാർ കൃത്യമായിട്ട് പഠിക്കും. ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെയുള്ള സായിപ്പന്മാർ ഇതിൻ്റെ ധാർമ്മിക മൂല്യം കണ്ടിട്ടും ഇത്തരം സാഹിത്യകൃതികളുടെ സാഹിത്യമൂല്യം കണ്ടിട്ടും നമ്മുടെ രാമായണവും മഹാഭാരതവും വായിക്കുകയും പഠിക്കുകയും അതിൽ ഗവേഷണം ചെയ്യുകയും ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് വിലയില്ലെങ്കിലും. നമ്മളൊരു പഴയ ചൊല്ലില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഞാനൊരിക്കൽ തമാശയായിട്ട് പറഞ്ഞു, മുറ്റത്തെ മുല്ല എന്ന് വിളിക്കുന്നതാണ് തെറ്റ്, മുറ്റത്തെ മുല്ലാക്കാന്ന് വിളിച്ചാൽ അതിന് കേരളത്തിൽ വിലയുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഹിന്ദു മതത്തോട് സംബന്ധിച്ച് എല്ലാ കാര്യത്തോടും നീരസഭാവവും നിരാസഭാവവും നിന്ദാഭാവവും ഉണ്ടാവുക എന്നുള്ളത് അത്യന്തം അപലപനീയമാണ്. നമ്മുടെ കുട്ടികളെയൊന്നും ജെൻസി എന്ന് വിളിക്കുന്ന 2000-ന് ശേഷം പറഞ്ഞ ഒത്തിയൊന്നിനെയും പ്രഭാഷണത്തിൻ്റെ 4 അയലത്ത് കാണാൻ പൊതുവേ കാണാറില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഇതൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് എന്താ ഗുണം, ആ സമയം ഞാൻ ഗെയിം കളിക്കാം, ആ സമയം അല്ലെങ്കിൽ ഞാൻ വെറുതെ സ്വറ പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്താ ഒരു പേര് ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ പോയിരിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അവർ ചിന്തിക്കേണ്ടത് അവർക്കും 40 വയസ്സാകും. 40 വയസ്സ് ഒരു ടേണിംഗ് പോയിന്റാണ്. ഒരു മനുഷ്യൻ ലോകം പൂർണ്ണമായും നല്ലതല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് 40-ാം വയസ്സ്. ലോകം അത്ര സുഖകരമല്ല ജീവിച്ചു പോവാൻ, അത്ര സുഖകരമായൊരു അന്തരീക്ഷമല്ല എന്നൊക്കെ ഒരു മനുഷ്യൻ ചതി തിരിച്ചറിയുന്ന കാലഘട്ടമാണ്. ഒരുവൻ ചതി തിരിച്ചറിയുമ്പോഴാണ് അവന് പല ഉണർവുകളുണ്ട്, പല ചിന്തകളുണ്ടാവുന്നത്. ഞാൻ എന്തുകൊണ്ട് ചതിക്കപ്പെട്ടു, എന്തായിരുന്നു എൻ്റെ ഭാഗത്തെ തെറ്റ്, എന്തുകൊണ്ട് എനിക്ക് ഈ അധർമ്മം നേരിടേണ്ടി വരുന്നു, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന ഒരു കാലത്ത് മാത്രമേ ഹിന്ദു മതം ഉപകാരപ്പെടുകയുള്ളൂ. അതുവരെ കേവലം ക്ഷേത്രഭക്തിയാണ്. ഈശ്വര പരീക്ഷ പാസ്സാക്കണേ, ഈശ്വര എനിക്ക് ലോട്ടറി അടിക്കണേ, ഈശ്വര എനിക്ക് അടുത്ത ഇലക്ഷനിൽ ജയിക്കാൻ പറ്റണേ, ഈശ്വര എൻ്റെ മകളുടെ കല്യാണം നടക്കണേ, ഭഗവാനെ എൻ്റെ പറമ്പ് വിറ്റുപോയി കാശ് കിട്ടണേ, ഇങ്ങനെയൊക്കെ പല പല ചിന്തകളാണ് മനുഷ്യൻ. ആ ചിന്തകൾ അതിൻ്റെ അടിസ്ഥാന ധർമ്മം നിർവഹിക്കുന്നത് ലൗകികമായ ഗൗണമായ ഭക്തിയാണ്. ഭക്തിയുടെ ഗൗണമായ പടിയാണത്. ഭക്തിക്ക് 2 പടിയുണ്ട്. 1-ാം പടി ഗൗണമാണ്. ഗൗണം എന്ന് പറഞ്ഞാൽ വളരെ താണ പടിയാണ്. എന്ന് വെച്ചാൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലിരുന്നു കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഈശ്വരനോട് ഒരു നീക്കുപോക്കിൻ്റെ കാലഘട്ടമാണ്. ആ നീക്കുപോക്കിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നേടേണ്ടത് നേടിയാൽ, നമ്മൾ പറയുമല്ലോ പണ്ട് പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നാൽ പിന്നെ കൂരായണ എന്ന് വിളിക്കുന്ന ലോകമാണ്. ഒരുവൻ അവൻ്റെ കാര്യങ്ങൾ നേടിയാൽ 2-1 സംഭവിക്കും. ഒന്നല്ലെങ്കിൽ അവൻ കടുത്ത ഭക്തനാവും, ഗുരുവായൂരപ്പൻ്റെയോ വൈക്കത്തപ്പൻ്റെയോ ഒക്കെ ഭക്തനാവും. അല്ല, കാര്യം നടന്നില്ലേ, അവൻ നിഷേധിയും യുക്തിവാദിയുമാവാം. അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എനിക്ക് ആഗ്രഹം നടന്നില്ല, ഇച്ഛാഭംഗം ഭക്തിയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡാണ്. ഒരാളുമായിട്ട് വിവാഹം ഉറപ്പിച്ച വിവാഹത്തിൽ എല്ലാം ഉത്സാഹത്തോടുകൂടി നടത്തി. വിവാഹത്തിൻ്റെ തൊട്ട് തലേന്ന് എന്തോ കാരണത്താൽ വിവാഹം മുടങ്ങിപ്പോകുന്ന അനേകരെ എനിക്കറിയാം. അത് കൊടിയ ദുഃഖമേൽപ്പിക്കുന്ന ഒന്നാണ്. ഇച്ഛാഭംഗം, ഫ്രസ്ട്രേഷൻ കൊണ്ടുവരുന്നതാണ്. അപ്പോഴാണ് മനുഷ്യൻ ചോദിക്കുന്നത്, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്. അപ്പോഴാണ് ജ്യോത്സ്യന്മാർക്ക് തിരക്കുകൂടെ. അവിടെ പോയിട്ട് നമ്മൾ പ്രശ്നം വെക്കാനും, അവരെ കൊണ്ട് വേറെ പ്രശ്നമുണ്ട്, ജ്യോത്സ്യന്മാരെ കൊണ്ടുള്ള പ്രശ്നം വേറെയുണ്ട്, അത് പിന്നെ പറയാം. അപ്പം ഈ പ്രശ്നമൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ കുലദേവതയുടെ ദോഷമുണ്ട്, കുലദേവത ക്ഷേത്രത്തിൽ ചെയ്തിട്ടില്ല, നാഗത്തിൻ്റെ ദോഷമുണ്ട്, ഇങ്ങനെ പല ദോഷം പറയും. എല്ലാ ദോഷങ്ങളും ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റൊന്ന് ചിന്തിക്കുക. നമ്മൾ ഭഗവാനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വാർത്ഥ കാര്യത്തിനല്ലാതെ പ്രേമിച്ചിട്ടുണ്ടോ? വളരെ എസെൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഭഗവാനെ എപ്പോഴെങ്കിലും സ്വാർത്ഥത്തിനല്ലാതെ പ്രേമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷുകാരുടെ ലവ് അല്ല. ഇംഗ്ലീഷിൽ ലവ് എന്ന വാക്ക് വരാൻ കാരണം സംസ്കൃതത്തിലെ ലോഭമാണ്.
ഹിന്ദിയിൽ ലോഭ് എന്ന് പറയും, ലോഭ്. ആ ലോഭ് മാറിയിട്ടാണ്, ലോഭം മാറിയാണ് ലവ് ആയത്. അപ്പോൾ ഇംഗ്ലീഷുകാരൻ്റെ സായിപ്പിൻ്റെ ലവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എന്ത് കിട്ടുന്നു നോക്കിയിട്ടാണ് അങ്ങോട്ട് പ്രേമം. ഇപ്പോൾ കണ്ടില്ല, ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു, 100 ഏക്കർ പറമ്പും കൊടുത്തു, ഒരു കാറും കൊടുത്തു. അപ്പോൾ ഇവൻ പ്രതീക്ഷിച്ച കാറല്ല കിട്ടിയത്. അപ്പോൾ അവൻ ആ കാർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അതിനുവേണ്ടി നിരന്തരമായും ഈ പെൺകുട്ടിയെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. മാത്രമല്ല ആ കുട്ടി ലേശം ബുദ്ധിമാന്തിയുള്ള കുട്ടിയുമാണ്. ഉത്തര എന്ന് പറഞ്ഞ കുട്ടി അല്ലേ, ഉത്തര പാവം കുട്ടിയാണ്. എൻ്റെ മനസ്സിൽ നിന്ന് വാർത്ത മായില്ല. കൊല്ലം ജില്ലയിലാണെന്ന് എൻ്റെ ഓർമ്മ. ഈ പരമദുഷ്ടൻ പാമ്പിനെ കൊണ്ടുവന്ന് അവളെ കടിപ്പിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ അതെന്താണത്? അതായത് അത് ലവാണ്. ഇവരെ എന്താണ് ഐ ലവ് യു പരിപാടിയാണ്. അതായത് നിന്റെ ലാഭം എനിക്ക് കിട്ടിയാൽ പൂർണ്ണമായും നീ ഞാൻ ഉദ്ദേശിക്കുന്ന ലാഭം എനിക്ക് തന്നാൽ ഞാൻ നിന്നെ അങ്ങോട്ട് സ്നേഹിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ കൊല്ലാൻ പോലും മടിക്കില്ല. എന്നാൽ പ്രേമം എന്ന വാക്ക് അങ്ങനെയല്ല. ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരായി പ്രേമമതൊന്നല്ലോ എന്നാണ് ഉള്ളൂർ പാടിയത്. ലോകത്തിനെ നയിക്കുന്ന പ്രേമം എന്താണ്? നിസ്വാർത്ഥതയുടെ പര്യായമാണ് പ്രേമം. ഭഗവാനെ ഗുരുവായൂരപ്പ എൻ്റെ മോൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തി തരണേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആവശ്യമുണ്ട്, ആവശ്യം നടക്കാനാണ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത്. ഗുരുവായൂരപ്പൻ ചിലപ്പോൾ തമാശയ്ക്ക് നടത്തി തന്നില്ലെങ്കിലോ പിന്നെ ഗുരുവായൂരപ്പൻ്റെ പേര് മാറും, പര്യായങ്ങൾ ഇടാൻ തുടങ്ങി. ഈ ഗുരുവായൂരപ്പന് ഒരു ഗുണമില്ലെന്ന് പറയാൻ തുടങ്ങി. അപ്പൊ ഏതൊരു ഭക്തിയിലും സ്വാർത്ഥം ഉൾക്കൊണ്ടിരിക്കുന്നുണ്ട്. നിസ്വാർത്ഥമായി ഭഗവാനെ സേവിക്കാൻ കഴിയുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അങ്ങനെ ഒരു അവസരം കോടിയിൽ ഒരാൾക്കേ വന്നു ചേരുകയുള്ളൂ. ഒരു കുറൂരമ്മയ്ക്കോ ഒരു പൂന്താനത്തിനോ മാത്രമേ അത് വരൂ. മേൽപ്പത്തൂരിന്റെ ഭക്തിയോ നിങ്ങൾ ചോദിക്കാം. മേൽപ്പത്തൂരിന്റെ ഭക്തിയിൽ അല്പം സ്വാർത്ഥത കലർന്നിട്ടുണ്ട്. കാരണം തൻ്റെ വാതരോഗ ശമനത്തിനായിക്കൊണ്ടാണ് നാരായണീയം എഴുതി സമർപ്പിച്ചത്. എൻ്റെ രോഗം ശമിക്കാൻ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചു. പൂന്താനത്തിന്റെ ഭക്തി അങ്ങനെയല്ല. ജീവിതം ഉടനീളം നഷ്ടം മാത്രമേ ഉള്ളൂ. കൊടിയ നഷ്ടങ്ങൾ, ശിശുമരണം, എന്തെല്ലാം ദുഃഖങ്ങൾ പൂന്താനം അനുഭവിച്ചിട്ടും പൂന്താനം ഭഗവാന്റെ നാമം പ്രേമത്തോടെ മുടങ്ങാതെ നിരന്തരം ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അപ്രകാരമുള്ളൊരു ഭക്തി സിദ്ധിക്കണമെങ്കിൽ കോടി കോടി ജന്മങ്ങളുടെ പുണ്യം വേണമെന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാനെ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ സ്വാർത്ഥത്തിനല്ലാതെ ഒരിക്കലെങ്കിലും നാരായണ നമഃശിവായ എന്നോ ഉച്ചരിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കണം. ഇപ്പൊ നമ്മൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്, ദീപാരാധന തൊഴുന്നുണ്ട്, ആവശ്യങ്ങളുടെ കെട്ടഴിക്കാതെ പ്രേമത്തോടെ കൃഷ്ണ ഗുരുവായൂരപ്പാന്നോ ഹരേ രാമ എന്നോ ഓം നമഃശിവായ എന്നോ ജപിച്ചിട്ടുണ്ടോ മനസ്സിൽ എപ്പോഴെങ്കിലും? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാണ് ഭഗവാൻ മാർക്കിടുന്നത്. അതിനാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ചോദിക്കാതെ തന്നെ തരാനുള്ള അനുഗ്രഹം കിട്ടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഭക്തരല്ല. ഒരു കമ്പോളത്തിൽ ചെന്ന് ആവശ്യമുള്ള പച്ചക്കറിയോ മറ്റോ വിലപേശി വാങ്ങുന്ന ഒരു വിലപേശൽ നടക്കുന്നുണ്ട്, സ്വാർത്ഥം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വാർത്ഥഭക്തിക്ക് ഈട് കുറവാണ്. ആ സ്വാർത്ഥഭക്തിയുടെ പേരാണ് ഗൗണഭക്തി. ഞാൻ പൂന്താനത്തിന്റെ ഭക്തി പറഞ്ഞു, മീരാബായുടെ ഭക്തി, ഹനുമാന്റെ ഭക്തി, ഗോപികമാരുടെ ഭക്തി, ഇതെല്ലാം പരാഭക്തിയാണ്. ഈ പരാഭക്തിയുടെ അവസ്ഥയാണ് ഒരു മനുഷ്യനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായും ഈ 6 വൈരികളും ഇല്ലാതായ, ഷഡ്വൈരികളും ഇല്ലാതായി, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളെല്ലാം ഇല്ലാതായി മനസ്സ് എന്തെന്നില്ലാത്ത പ്രശാന്തി അനുഭവിക്കുന്ന, അവിഛിന്നമായ പ്രശാന്തിയെ നുകരുന്ന അസുലഭമായ അവസ്ഥയാണ് പ്രേമഭക്തി. അത് പരാഭക്തിയാണ്. അത് ചൈതന്യ മഹാപ്രഭുവിനോ രാമകൃഷ്ണ പരമഹംസർക്കോ വിവേകാനന്ദ സ്വാമികൾക്കോ ഒക്കെ അനുഭവവേദ്യമായിട്ടുണ്ടാകാം. നമുക്കൊന്നും അത് സ്വപ്നേവി ചിന്തിക്കാൻ പറ്റും. സ്വപ്നത്തിൽ അഥവാ ഗുരുവായൂർ അമ്പലമറ്റം ഒന്ന് കണ്ടാൽ അപ്പോൾ തുടങ്ങും, ഗുരുവായൂരപ്പ എൻ്റെ കല്യാണം നടത്തി തരണേ. അവിടെയും ആവശ്യം ഉന്നയിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥികൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളെക്കാൾ നന്നായി ചിരിക്കും അല്ലേ? ബന്ധുക്കളൊന്നും ചിരിച്ചോണമെന്നില്ല. സ്ഥാനാർത്ഥികൾ വീട്ടിൽ വരുമ്പോൾ നല്ല പുഞ്ചിരി, പാൽ പുഞ്ചിരിയാണ്, വല്ലാതെ സ്നേഹമാണ്. നമ്മുടെ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ തലോടും, ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും ആലിംഗനം ചെയ്യും, ഒരു കുഴപ്പമില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അത് അയാൾക്ക് നമ്മളുള്ള സ്നേഹമാണോ പ്രേമമാണോ? അല്ല, അത് ലോഭമാണ്. അയാൾക്ക് ജയിക്കണം, അതിന് നിങ്ങളുടെ വോട്ട് ആവശ്യമാണ്. അപ്പൊ അയാൾ പതിവിലും നന്നായിട്ടും മികച്ചതായിട്ട് പെരുമാറാനും സ്നേഹത്തോടെ ചിരിക്കാനും ഒക്കെ നോക്കും. അപ്പൊ ഈ കാപട്യം നിറഞ്ഞ ലോകത്തിലെ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥാനമാണ് മഹാക്ഷേത്രങ്ങളിലെ ഭക്തന്മാർക്കുള്ളത്.
അവർ ചെല്ലുന്നു, ആവശ്യം അറിയിക്കുന്നു, കൃഷ്ണാന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. ഇതിൽ നമ്മൾ വീണുപോയി വോട്ട് ചെയ്താലും കൃഷ്ണൻ വോട്ട് ചെയ്യില്ല. കാരണം ശ്രീകൃഷ്ണൻ സർവജ്ഞനാണ്, ഈശ്വരാവതാരമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഇംഗിതം ഭഗവാൻ അറിയാം. അപ്പൊ എന്ത് നമ്മൾ ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ദിവസേന ഒരല്പസമയം ഒന്നിനും വേണ്ടിയല്ലാതെ, ഒരാവശ്യമില്ലാതെ തന്നെ നാമം ജപിക്കാൻ മാറ്റിവെക്കണം. അതിനാണ് മാർക്ക്. മറ്റൊക്കെ ചുമ്മാതാണ്, മറ്റൊക്കെ ഭഗവാൻ അറിയാമോ? പിന്നീട് നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, നിന്റെ ചിരിയൊക്കെ എനിക്ക് മനസ്സിലായത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉടനെ അത് നടത്തിത്തരാൻ നമ്മൾ ഓർഡറിലെയോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായോ ഒന്നും അല്ലല്ലോ. നമ്മൾ ഭഗവാൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. അപ്പൊ നമ്മൾ ഭഗവാന് വേണ്ടി 1 മണിക്കൂറെങ്കിലും ദിവസവും നിസ്വാർത്ഥമായി നാമം ജപിക്കുന്നവരുണ്ടെങ്കിൽ, ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ സുന്ദരകാന്ഡമോ, ഇനി ഇതൊന്നുമില്ല പഴയ ജ്ഞാനപ്പാനയോ ഹരിനാമ കീർത്തനമോ, ഇനി ഇതൊന്നും ചൊല്ലാൻ അറിയില്ലേ? പണ്ട് നമ്മൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ, ഇങ്ങനെയും ജപിക്കാം. നിസ്വാർത്ഥമായി ഭഗവാന് വേണ്ടി 1 മണിക്കൂറെങ്കിലും ചെലവിടാത്ത ഹിന്ദു റേഷൻ കാർഡ് ഹിന്ദുവാണ്, SSLC ബുക്കിൽ ഹിന്ദുവാണ്, അവനെ കൊണ്ട് യാതൊരു ഗുണവും ഈ ധർമ്മത്തിനില്ല. അപ്പൊ നിസ്വാർത്ഥമായി ഭഗവാനെ വിളിക്കുന്നവളായിരുന്നു പാഞ്ചാലി, ദ്രൗപദി. നിസ്വാർത്ഥമായി കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ അവൾക്ക് ചേല കൊടുത്തു അനുഗ്രഹിച്ചു. അതിനൊരു പൂർവ്വകഥയുണ്ട്, അതിവിടെ വിശദീകരിക്കുന്നില്ല. ഭഗവാൻ ഒരു കീറ് തുണി കൊടുത്താൽ ഒരു പോത്തീസ് ടെക്സ്റ്റൈൽസ് തുണി മുഴുവൻ ഭഗവാൻ തരും. പറഞ്ഞു മനസ്സിലായോ? ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഭക്തിയോടെ നിസ്വാർത്ഥതയോടെ കൊടുത്താൽ അതിന്റെ 10,000 ഇരട്ടി തരാൻ ഭഗവാൻ അറിയാം. എന്തുകൊണ്ട് പെട്ടെന്ന് നടക്കുന്നില്ല? കർമ്മവിപാകം എന്ന് പറയും. കർമ്മവിപാകം. നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഘോര ദുഷ്ടകർമ്മങ്ങളുടെ ഫലം പോണ്ടേ? അതൊക്കെ മാറുമ്പോഴേ നല്ല ഫലങ്ങൾ വന്നു തുടങ്ങുള്ളൂ. അത് ജ്യോത്സ്യനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഗുരുവായൂരപ്പനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാനും വർഷം മുമ്പ് ഇവിടെ അടുത്ത എവിടെ ഒരു പെൺകുട്ടി ഹോമിയോപ്പതി പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവളുടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു, ഈ വൈക്കത്തപ്പനെയൊക്കെ പോയി തൊഴുതിട്ട് നമുക്ക് എന്ത് കിട്ടിയെന്ന്. ഒരു പെൺകുട്ടി, അഖില എന്നൊറ്റാണ് അവളുടെ പേര്. അവള് ഹോസ്റ്റലിൽ ചേർന്ന് ഹോമിയോപ്പതി പഠിക്കാൻ നേരത്താണ് അവൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അവളുടെ അമ്മ പറഞ്ഞു, എടേ വൈക്കത്തപ്പനല്ലേ നമുക്കെല്ലാം തന്നതെന്ന് ചോദിച്ചു. അതൊക്കെ വെറും കല്ലാണെന്ന് പറഞ്ഞു. അങ്ങനെ അധികം വൈകാതെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഈ പെൺകുട്ടി പോയിട്ട് വേറൊരു മുസ്ലിം പയ്യനെ കല്യാണം കഴിച്ച് മതം മാറി പേരൊക്കെ മാറ്റി. കാരണം വൈക്കത്തപ്പനെ കൊണ്ടൊരു ഗുണമില്ലല്ലോ, അങ്ങ് പോയി. ഇപ്പൊ ആ കുട്ടി എവിടെ ഞാൻ അന്വേഷിച്ചപ്പോ ആ കുട്ടി ഇപ്പോ ആ പയ്യനെ കാണാതായിട്ട് ഏതാണ്ട് 1 വർഷമായി. അവളിപ്പോ ഏതോ അവർ നടത്തുന്ന അനാഥാലയത്തിൽ താമസിക്കുകയാണ്. അവൾ 1, 2, 3 പ്രസവിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. വൈക്കത്തപ്പന ഏതായാലും ഈ സിദ്ധിയൊന്നുമില്ല. വീട്ടിൽ കിടന്നിറങ്ങുന്ന പെൺപിള്ളേരെ പിടിച്ച് പ്രസവിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം, നമ്മുടെ മതത്തിന്റെ ന്യൂനത എന്നോണം പലരും പറഞ്ഞു പരത്തുന്ന പല കാര്യങ്ങളും പണ്ട് മുതല കുരങ്ങനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ആ കഥ എല്ലാവർക്കും അറിയാലോ. കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറിപ്പോയപ്പോ നിന്റെ ഹൃദയം എനിക്ക് തരുമെന്ന് വെച്ചപ്പോ എന്റെ ഭാര്യയുടെ ഹൃദയം ഇതിലും ടേസ്റ്റുള്ള അവൻ രക്ഷപ്പെട്ടു. അവൻ ബുദ്ധിമാനായിരുന്നു. അവൻ മതം പഠിച്ച ഹിന്ദുവാണ്, അല്ലാത്ത ഹിന്ദുവാണ് ചങ്ക് കൊടുത്തേനെ. ഇപ്പൊ മുതലകൾ നമ്മളെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, മുതലകൾ സ്നേഹം നടിക്കുമ്പോൾ, അത് സ്നേഹിക്കാനല്ല കൊല്ലാനാണെന്ന വിവേകം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. കാരണം ഇങ്ങനത്തെ പ്രഭാഷണം അവർ അറ്റൻഡ് ചെയ്യില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ദ്രൗപദിയുടെ ഭക്തിയെ പറ്റിയാണ്. ദ്രൗപദിക്ക് ഒരു വിഷമമുണ്ടായി, ഒരു പീഡന ശ്രമം. അവൾക്ക് ഘടാഘടിയന്മാരായിട്ടുള്ള ജിമ്മന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്. ലോകൈക വില്ലാളി വീരന്മാരാണ്. ദേവേന്ദ്രൻ പോലും മടിക്കുക അവരുടെ യുദ്ധം ചെയ്യും. അത്രയും വലിയ ആൾക്കാരാണ് ഈ നകുലനും സഹദേവനും ഈ അർജുനും ഒക്കെ. ഭീമനെയൊക്കെ കണ്ടാൽ തന്നെ തലകെട്ടി വീഴും, അത്രയും വലിയവനാണ്. ഭീമൻ എന്ന് പറഞ്ഞാൽ തടിച്ചവൻ അർത്ഥമില്ല കേട്ടോ, നല്ല ആരോഗ്യമുള്ളവനാണ്. തോളിന്റെ വലുപ്പമാണ് പറയുന്നത്, അരക്കെട്ടിന്റെ വലുപ്പമല്ല. അപ്പോ ആ ഭക്തയുടെ ഒരു വിളി, ഭഗവാനെ കൃഷ്ണ എന്നൊരു വിളി, അതിൽ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് അവൾ അത്രയും അനുഭവിക്കേണ്ടതെന്ന് എന്തുകൊണ്ടാണ്? അതിനും പശ്ചാത്തലമുണ്ട്. ഈ ലോകം കർമ്മ ലോകമാണ്. കർമ്മവിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്തു വെച്ചാലേ നല്ല ഫലങ്ങൾ വരും. തമിഴ്നാട്ടുകാർ വരും, ഓ ரொம்ப കൊടുത്തു വെച്ചവൻ, അവൻ നന്നായിട്ട് എന്തൊക്കെ കർമ്മം ചെയ്തവനാണ്, അതിന്റെ ഫലം കിട്ടി. ലോട്ടറി അടിച്ചാൽ അവർ പറയും, ഓ നീ ரொம்ப കൊടുത്തു വെച്ചവനാ, നീ ഒരുപാട് കൊടുത്തു വെച്ചെന്ന് പറഞ്ഞാൽ അവൻ ഓൾറെഡി അത് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന നല്ല കർമ്മം. ഒരു വഴി കിടക്കുന്ന തെരുവ് നായ്ക്ക് ഒരു ആഹാരം കൊടുക്കുകയോ
പിന്നെ മുറിവേറ്റ് കിടക്കുന്ന ഒരു ജീവിക്ക് വെള്ളം കൊടുക്കുകയോ മരുന്ന് കൊടുക്കുകയോ പ്രായമായവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ അപഹസിക്കാതെ വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടത് കൊടുക്കുകയോ ചെയ്യുന്ന ഒരു നല്ലവന് ഒരു പക്ഷേ തൽക്കാലത്ത് വിഷമങ്ങളായിരിക്കാം, പക്ഷെ അവന്റെ നല്ല പ്രവൃത്തികൾ ഒരു സമയത്ത് പൂവണിയും കർമ്മവിപാകം. അമ്മയുടെ ആശ്രമത്തില് തുര്യാമൃതാനന്ദപുരി സ്വാമി എഴുതിയൊരു കവിതയുണ്ട്. ചെയ്തതിനൊത്ത ഫലം നുകരുമ്പോൾ ചിരി തൂകും ചിലർ കരയും, നിയതി നിയോഗം കർമ്മവിപാകം നിഴലുകൾ പോൽ പിന്തുടരും, നിഴലുകൾ പോൽ പിന്തുടരും. ചെയ്തതിനൊത്ത ഫലം നുകരുമ്പോൾ ചിരി തൂകും ചിലർ കരയും. Whatever you have done in the past will come back to you unmistakably. തെറ്റില്ലാതെ, ഒരു തെറ്റ് വരാതെ നിങ്ങളിലേക്ക് നിങ്ങൾ ചെയ്ത കർമ്മം എത്ര രഹസ്യമായി ചെയ്ത കർമ്മമാണെങ്കിലും, ഉറക്കത്തിൽ പോയിട്ട് അമ്പലത്തിലെ കട്ടള മോട്ടിച്ചുകൊണ്ട് പോയാലും ഭഗവാൻ ഉറങ്ങത്തില്ല, ഭഗവാൻ കണ്ടുപിടിക്കും. അയ്യോ ഭഗവാനെ ഞാൻ ഉറങ്ങാതെ ഒപ്പിട്ടതാണ്, ഉറങ്ങിക്കൊണ്ട് ഒപ്പിട്ടതാണ്, സ്വർണം എന്നുള്ളത് ചെമ്പെന്ന് എഴുതിപ്പോയി ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ ഭഗവാൻ കേൾക്കില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റ് എത്ര രഹസ്യമാണെങ്കിലും അതറിയുന്ന ശക്തിയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. കർമ്മസാക്ഷിയാണ്, സർവാന്തര്യാമിയാണ്. ഈ തെറ്റ് ചെയ്യുന്നവന്റെ ഉള്ളിലും ഇരിക്കുന്നവൻ ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ട് ഹരിക്ക് പുരുഷൻ എന്ന് പേര്, ഭഗവാന് പുരുഷൻ എന്ന് പേരുണ്ട്. ശരീരമാകുന്ന പുരത്തിൽ ശയിക്കുന്നവൻ, ശരീരമാകുന്ന ഈ പട്ടണത്തിനകത്ത് ഹൃദയത്തിൽ കുടികൊള്ളുന്നവൻ പുണ്ടരീകാക്ഷൻ, സാക്ഷാൽ മഹാവിഷ്ണു. അപ്പൊ ആ ഭഗവാൻ എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. അല്ലെ നമ്മൾ അയ്യപ്പ തിന്തകത്തോം സ്വാമി തിന്തകത്തോം. എന്താണ്? അയ്യപ്പൻ നിന്റെ അകത്ത് ഓംകാരമായിട്ടിരിക്കുന്നു, എന്റെ അകത്ത് ഓംകാരമായിട്ടിരിക്കുന്നു. ഓംകാര പ്രണവസ്വരൂപനായിട്ട് ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് കർമ്മസാക്ഷിയാണ്. നിങ്ങൾ ഒളിച്ചു ചെയ്യുന്നു, ആരും അറിയാതെ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാം, പക്ഷേ ഈശ്വരനെ ഒളിക്കാൻ പറ്റില്ല. ഈ ബോധ്യമാണ് ഭക്തിയുടെ തുടക്കം. ഞാൻ എന്ത് കർമ്മം ചെയ്താലും അത് കൃത്യമായി ജാഗ്രതയിലിരിക്കുന്ന ഒരു ശക്തി അറിയുന്നുണ്ട് എന്നത് നമുക്ക് രണ്ട് ഗുണങ്ങളെ തരും. ഒന്ന് വിനയം, രണ്ട് ശ്രദ്ധ. തെറ്റായ കർമ്മം ചെയ്യാതിരിക്കാൻ. കാരണം ഇന്നൊരു തെറ്റായ കർമ്മം ചെയ്ത് നമ്മൾ പല ന്യായീകരണം ചെയ്ത് ഞാൻ അങ്ങനെയല്ലേ ചെയ്തത് ഇങ്ങനെയല്ലേ ചെയ്തെന്ന് പറയാം, പക്ഷെ അതിന്റെ യഥാർത്ഥമായ അവസ്ഥ ഭഗവാൻ അറിയാവുന്നതുകൊണ്ട് കർമ്മം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അതൊരിക്കലും മാഞ്ഞു പോവില്ല. അപ്പൊ തെറ്റായൊരു കർമ്മം ചെയ്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം മണ്ടനാക്കുകയാണ്, സ്വയം വിഡ്ഢിയാവുകയാണ്. അപ്പൊ അതിനാണ് ഹിന്ദു മതത്തിലൊരു പ്രത്യേകത. ഇതര മതങ്ങളിൽ ഈ തത്വമില്ല. അതായത് എല്ലാവരെയും പരമകാരുണികനായ സ്നേഹസ്വരൂപനായ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചതാണെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്ത് ഒരു ഭാഗത്ത് ഒരുപാട് പട്ടിണി, ഒരു ഭാഗത്ത് യുദ്ധം, ഒരു ഭാഗത്ത് കലഹം, ഒരു വീട് വലിയ പണക്കാരന്റെ വീട്, തൊട്ടടുത്ത വീട് ചെറ്റക്കുടിൽ, ഒരു കുട്ടി ആരോഗ്യവാൻ, ഒരു കുട്ടി കണ്ണില്ലാതെ ജനിക്കുന്നു, ഒരാൾ വികലാംഗനായിട്ട് ജനിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യവും വൈജാത്യവും ഈ ലോകത്തെ വൈചിത്യവും ഉണ്ടാവുന്നത്? ഒരു ഈശ്വരൻ, കരുണാവാന ഈശ്വരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എടുക്കുമ്പോൾ, ഇപ്പൊ നല്ലൊരു ഉദാഹരണം പറയാം. നല്ല സ്നേഹമുള്ള ഒരമ്മ, 4 മക്കളാണ് അവർക്ക്. ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ, ചപ്പാത്തി കുഴച്ച് പരത്തുമ്പോൾ ഒരു മകന് നല്ല കൃത്യം വട്ടത്തിലും വേറൊരു മകൻ ഇന്ത്യയുടെ മാപ്പ് പോലെ ഉണ്ടാക്കി കൊടുക്കുമോ? ഇല്ല. 4 മക്കളോട് ഒരേ സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹം അവിടെ പ്രകടിപ്പിക്കും. അപ്പൊ ഈ നിങ്ങൾ പറയുന്ന ഈശ്വരൻ സർവ്വ കാരുണ്യവാനും പരമകാരുണ്യവാനാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ലോകത്ത് കണ്ണില്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, ക്യാൻസറോടുകൂടി ജനിക്കുന്നു, മാറാവ്യാധികളോട് ജനിക്കുന്നു? ലോകം മുഴുവൻ വൈജാത്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ അതിലൊരു കാര്യം ഉറപ്പാണ്, ഈ തരത്തിൽ മനുഷ്യർ വന്നിവിടെ പിറക്കുന്നതിൽ ഈശ്വരന് വലിയ റോളില്ല. ആർക്കാ റോളുള്ളത്? നമുക്ക് തന്നെയാണ്. എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്. അയാളുടെ അച്ഛൻ ചെറുപ്പകാലത്ത് പോലീസുകാരുമായിട്ട് ഒരു വാക്കേറ്റമോ എന്തോ തർക്കം ഉണ്ടായിട്ട് ഈ ഡിസ്കിന് പോലീസുകാരുടെ ചവിട്ടേറ്റിട്ട്, ഒരു പോലീസുകാരൻ്റെ ചവിട്ടേറ്റിട്ട് സ്ലിപ്പ് വരികയും കാലാകാലമായിട്ട് ഇരുന്ന് ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. ഈ മകന്റെ കാലഘട്ടത്തിൽ അയാളുടെ കുട്ടിക്ക് ഇതേപോലെ അംഗവൈകല്യം സംഭവിച്ചു. ആരുടെ? ആ പോലീസുകാരൻ്റെ. അപ്പൊ അത് നമ്മുടെ കൺമുമ്പിൽ കാണുകയാണത്. അതുകൊണ്ട് നമുക്കൊരു പ്രമാണം പറയാം. അങ്ങനെ അറിയാത്ത എത്ര കാര്യങ്ങൾ കാണാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരോട് കഴിഞ്ഞതിന് മുമ്പത്തെ ബുധനാഴ്ച രാവിലെ എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ അതുപോലെ ഓർമ്മ ഉണ്ടാവില്ല.
എന്തിനാണോ കഴിഞ്ഞ ജന്മം. അപ്പം അത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മറക്കാതെ നമ്മുടെ പിന്നാലെ വരും. അങ്ങനെയാണ് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു മഹാനായ വിഷ്ണുഭക്തനായ രാജാവിന് സംഭവിച്ച അവസ്ഥയാണ് ഗജേന്ദ്ര മോക്ഷത്തിന്റെ കഥ. ഇന്ന് ഗജേന്ദ്ര മോക്ഷം അല്ലോട് വായിച്ചത്. അതായത് ഇന്ദ്രദ്യുമ്നന് ഈ വിഷ്ണു പൂജയിൽ സ്വയം മറന്നിരുന്നപ്പോൾ അഗസ്ത്യമുനി അവിടെ വന്നു. അഗസ്ത്യമുനി എന്ന് പറഞ്ഞാൽ കുറിയ ശിവനാണ്, വാമന ശിവൻ. മഹാവിഷ്ണുവിന്റെ വാമനാവതാരം പോലെ പരമശിവന്റെ വാമനാവതാരം, ഉയരം കുറഞ്ഞ അവതാരമാണ് മഹാസിദ്ധനും മഹാവേദമുനിയുമായിരിക്കുന്ന അഗസ്ത്യമുനി. അഗസ്ത്യമുനിയോട് വന്ന് വിശന്ന് കയറിയ വന്നത്. അഗസ്ത്യമുനിക്ക് ആഹാരം വേണമായിരുന്നു. അദ്ദേഹം അവിടെ വന്നപ്പോൾ ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് സമീപകാലത്ത് ശ്രീനാരായണ ഗുരുസ്വാമി ജീവിച്ചിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഒരു ഭക്തന്റെ വീട്ടിലേക്ക് അദ്ദേഹം കയറി ചെന്നു. അപ്പൊ സ്വാമി വരുമെന്ന് അറിയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ സ്വാമി എപ്പോഴെത്തുന്ന അറിയാത്തതുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് പഴവും പാലും ഒക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭക്തൻ. നാരായണ ഗുരുസ്വാമി കുറെ നേരം പുറകിൽ കൈകെട്ടി നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഒടുവിൽ ചോദിച്ചു, മുരടനക്കിയിട്ട് ചോദിച്ചു, അല്ല സ്വാമിയുടെ വിശപ്പ് മാറിയോ എന്ന്. സ്വാമി നാരായണ ഗുരുസ്വാമി പുറകിൽ നിൽക്കുന്നുണ്ട് ശരീരത്തിൽ, മുമ്പിൽ ഫോട്ടോയ്ക്ക് പാലും പഴം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്തനോട് ചോദിച്ചാണ്. അതുപോലെ ഭക്തി കൊണ്ട് ലോകം മറന്നിരിക്കുകയായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. അയാൾ വിഷ്ണു പൂജയിൽ മറന്നുപോയി. അപ്പൊ പുറകിൽ വന്ന് നിൽക്കുകയാണ് ആര്? സാക്ഷാൽ പരമശിവൻ. അപ്പൊ വിഷ്ണു പൂജ ചെയ്യുകയാണെന്ന് ന്യായം വേണമെങ്കിലേക്ക് പറയാം. എനിക്ക് കർമ്മം ബാധിക്കില്ല, ഞാൻ വിഷ്ണു പൂജ ചെയ്തുകൊണ്ടാണ് നിങ്ങളെ മനസ്സിലാക്കാനെന്ന് പറയാം. പക്ഷെ അത് കർമ്മത്തിന്റെ നിയമത്തിലില്ല. വിശന്ന് വരുന്നത് ആരായാലും ഭക്ഷണം കൊടുത്തുകൊള്ളണം, അവിടെ പൂജയും നിർത്താം. നമ്മുടെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സദ്യ കൊടുക്കാൻ. പപ്പടം, പഴം, പായസം. തലേന്ന് തിന്നത് കളയാൻ സ്ഥലമില്ല അവിടെ. അതിന്റെ മേലേക്ക് സദ്യ കഴിക്കാൻ കൊടുക്കുകയാണ്. ഭക്തന്മാർ തമിഴ്നാട്ടിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഒരു നേരം മര്യാദയ്ക്ക് കൃത്യമായിട്ട് മൂത്രമൊഴിക്കാൻ പോലും ഇല്ലാതെ ഭഗവാനെ അയ്യപ്പാന്ന് കുറിച്ച് വരുമ്പോൾ അവർക്ക് വേണ്ടത് നല്ല കക്കൂസുകൾ, വൃത്തിയുള്ള കക്കൂസുകൾ, വിരിവെക്കാൻ നല്ല ഇടങ്ങൾ ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് സദ്യ. ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്, മാലയിട്ട ആളാണ്, ഇപ്പൊ സ്വാമിയാണ്. അപ്പോ ആദ്യം ചെയ്യേണ്ട അതാണ്. പക്ഷെ കേക്കും ഒരു സുഖം. പത്രത്തിൽ വായിക്കുമ്പോൾ പപ്പടവും പഴവും പായസവും കൊടുക്കും. കേൾക്കുമ്പോൾ ആഹാ, ഇതിലും നല്ല കാര്യം എന്താ ചെയ്യാനുള്ള ചിന്തിച്ചു. പക്ഷെ അത് ശരിയല്ല, അതല്ല ആദ്യം വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടലാണെന്നൊരു തോന്നലും ഇല്ലായില്ല. കാരണം ഞാനൊക്കെ മുമ്പ് പോകുന്ന കാലത്ത് ഞങ്ങൾ കുടുംബത്തോട് ഒന്നായിട്ടാണ് പോകുന്നത്. ഒത്തിരി പേര് ഒരുമിച്ചാണ്, ട്രാവലറിലാണ് പോകുന്നത്. ഞങ്ങൾ അന്ന് ഗംഭീരമായിട്ട് തൊഴുതിട്ട് നെയ്യഭിഷേകമൊക്കെ കണ്ടിട്ട് നല്ല അസലായിട്ട് അയ്യപ്പ സേവാ സംഘക്കാർ കൊടുക്കുന്ന ആഹാരം, മൃഷ്ടാന്നം കഴിച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പൊ സർക്കാർ ആദ്യം അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി അയ്യപ്പ സേവാ സംഘക്കാരെയാണ്. അവർ പോയി. അമൃതാനന്ദ വടക്കാരൻ അവരെയും പോയി, എല്ലാവരും പോയി. ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് കിട്ടിയാൽ എല്ലാവരും കഴിക്കാം. പക്ഷെ സദ്യ, ശബരിമല സദ്യ കഴിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അവിടെ മെനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ കഴിച്ച ആഹാരം ഒന്ന് കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് കളയാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി തരണം എന്നാണ്. ഇവിടെയും ദേവസ്വം ബോർഡുകാർ കാണുമല്ലോ, അവരോടുകൂടി പറയാണ്. ഞങ്ങൾ ഭക്തന്മാരുടെ ഒരു പ്രാർത്ഥനയാണ്. ഏതായാലും ശരി, ഇന്ദ്രദ്യുമ്നൻ ന്യായം പറയാൻ വിചാരിച്ചത്, ഞാൻ വിഷ്ണു പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മയങ്ങിപ്പോ അതിലോട്ട് ലയിച്ചു പോയി. അപ്പോൾ മഹാനായ അഗസ്ത്യമുനി വന്നത് കണ്ടില്ല. ഈ അഗസ്ത്യമുനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കറക്റ്റ് ആ മർമ്മം നോക്കിയ പുള്ളി വരുള്ളൂ. രാമായണത്തിലും അങ്ങനെ തന്നെയാണ്. രാമചന്ദ്രസ്വാമി രാവണന്റെ പട കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. മാത്രമല്ല രാമചന്ദ്രസ്വാമിക്ക് ഒരു തളർച്ച അനുഭവപ്പെട്ടു. കാരണം എത്ര കാലമായി സീത അന്വേഷിക്കുന്നത്. പലരും പട്ടിണിയാണ്, കാട്ടിൽ അലയുകയാണ്. അപ്പൊ യുദ്ധം എങ്ങനെ ജയിക്കുമെന്നൊരു ആശങ്കയുണ്ടായി. ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ആര് വന്നത്? അഗസ്ത്യനോട് വരുന്നത്. അഗസ്ത്യൻ വന്നിട്ട് ഗായത്രി മന്ത്രത്തിന് തത്തുല്യമായ ആദിത്യ ഹൃദയം ഉപദേശിച്ച് ശ്രീരാമചന്ദ്രസ്വാമിയെ ഉന്മേഷവാനാക്കിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഇന്ദ്രദ്യുമ്നനെ ഉഷാറാക്കാൻ വന്നാണ്. പക്ഷേ അത് അവന് വിപരീത ഫലം ചെയ്തു. കാരണം അവൻ ആദിത്യ മര്യാദ മറന്ന് പൂജയിൽ മുഴുകി. അപ്പോ പുറകിൽ വന്ന അഗസ്ത്യനെ ദേഷ്യം വന്നു. ഇവൻ ചെയ്യുന്ന കുറേ നേരം കാത്തു നിന്നിട്ട് ഇവൻ മൈൻഡ് ചെയ്യുന്നില്ല അഗസ്ത്യനെ. അപ്പൊ അഗസ്ത്യൻ ശപിച്ചു, ഇത്രയും ദമ്പമുള്ള നിനക്ക് മനുഷ്യ ശരീരം അല്ല ചേരുക, നീ ഒരു ആനയായി തീരട്ടെ. ആന എപ്പോഴും അങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുകയുള്ളൂ, അതുപോലെ നീ നിന്നാ മതി. ആനയായി ശപിച്ചു, ആനയായി തീരട്ടെ എന്ന്. ശാപം ഫലിക്കുക തന്നെ. ഈ മുനിമാരുടെ വാക്കുകൾ പ്രത്യേകിച്ചും അത് ഏകാഗ്രതമമായ അവസ്ഥയിൽ മന്ത്രങ്ങളെ കണ്ടെത്തിയ, പ്രപഞ്ചത്തിലുള്ള ഈശ്വര തത്വത്തെ കണ്ടെത്തിയ മഹാന്മാരാണ് ഋഷിമാർ. ഋഷി എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളെ ദർശിച്ചവരാണ്. മനസ്സിന്റെ ഏകാഗ്രതമമായ അവസ്ഥയിൽ മന്ത്രങ്ങളെ ദർശിക്കുകയും
ലോകത്തിന് മന്ത്രം കൊടുക്കുകയും ചെയ്തിട്ടുള്ള മഹാപുരുഷന്മാരാണ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ നിസ്വാർത്ഥമതികളായ ഋഷിമാർ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ല എന്നുള്ള ഒരു അപകടം, അതിൻ്റെ ഫലമായിട്ട് ആനയായിട്ട് ജന്മം കിട്ടുകയാണ്. കേരളത്തിലെ അമ്പലങ്ങളിലെ ആനയായിരുന്നെങ്കിൽ ഇതിനപ്പുറം അയാൾ അനുഭവിച്ചത്. ഭാഗ്യത്തിന് ഏതോ നല്ല അടിപൊളിയായിട്ട് പെണ്ണും കെട്ടി ഇഷ്ടം പോലെ വനിതാ ആനകൾ, പിടിയാനകൾ ഉള്ള നല്ല രസമുള്ള സ്ഥലത്തായി. കാരണം വിഷ്ണു പൂജ ചെയ്തതിന്റെ പുണ്യവും കിട്ടണം, ശിവനെ നിന്ദിച്ചതിന്റെ പാപവും കിട്ടണം, രണ്ടും ഒരുമിച്ച് കിട്ടി. എനിക്കൊന്ന് മിക്കവാറും ഇപ്പൊ ഇന്നത്തെ കാലത്തെ ഭാഗവത ആചാര്യന്മാരൊക്കെ ആനകളാവാൻ സാധ്യതയുണ്ട്. അത് ഗുരുവായൂർ തന്നെ. കാരണം അവർ ഒരുപാട് ശിവനിന്ദ അവരുടെ ഭാഗവത പ്രഭാഷണങ്ങൾ ചെയ്യാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും ശരി, ഗുരുവായൂരൊക്കെ ആ ആനക്കൂട്ടിലിട്ട് അടിക്കുന്ന അടി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ. അതിക്രൂരമായിട്ടാണ്, മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ജന്മം കിട്ടാതിരിക്കട്ടെ ആർക്കും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആറന്മുള അപ്പൻ തിരുവാറൂർ അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവൻ ആനയായി തീർന്നപ്പോൾ അവന് കൂടെ ഇഷ്ടം പോലെ നല്ല പിടിയാനകളും മതിച്ച് രസിച്ച് കാട്ടിൽ ഉല്ലസിച്ച് നടക്കുകയായിരുന്നു അവൻ. അപ്പോൾ വേനൽക്കാലം വന്നു. എനിക്കൊന്ന് മിക്കവാറും പാലക്കാടായിരിക്കും ഈ സ്ഥലം. വേനൽക്കാലം വന്നാൽ വെള്ളം മുഴുവൻ പറ്റിപ്പോയി. ഭയങ്കരമായ ഉഷ്ണവും രൂക്ഷമായ വരൾച്ചയും. അപ്പോൾ ഇവൻ കാടിറങ്ങി ആന വരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ വെള്ളത്തിനും ആഹാരത്തിനും വരുന്നത് നമ്മളെ പോലെ തന്നെ. ക്ഷാമം വരുമ്പോൾ ഏതൊരു ജീവിയും അന്വേഷിച്ചു പോകും. ആനയെ കണ്ടാൽ അപ്പ ഹാലളകുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കാണ്, റബ്ബർ കൃഷിക്കാർക്ക്. കാരണം അവർ കാട് അനധികൃതമായി കയ്യേറി റബ്ബർ കൃഷി ചെയ്തപ്പോൾ കാടിനകത്ത് ചൂട് അസഹ്യമായി. റബ്ബർ കൃഷിയുടെ പ്രത്യേകത, റബ്ബർ കൃഷി ചെയ്താൽ ചുറ്റുവട്ടത്തുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുക്കും. ആ ഭൂമി ഊഷരഭൂമിയാക്കി മാറ്റും. ആനകൾക്കോ വന്യജീവികൾക്കോ അവിടെ ജീവിക്കാൻ പറ്റില്ല. ഉൾക്കാട്ടിൽ പോരാത്തതിന് നമ്മുടെ മറ്റേ സാധനം, ഏത് വിപ്ലവ സാധനം, അതിന്റെ പേര് കഞ്ചാവ്, അതിന്റെ കൃഷിയുണ്ട്. വാറ്റും പോരാത്തതിന്. നമ്മുടെ ടാക്സ് അല്ല, തോമസ് ഐസക്കിന്റെ ടാക്സ് അല്ല, വാറ്റ് അതുപോലെ തന്നെ റബ്ബർ കൃഷി, കഞ്ചാവ് കൃഷിയൊക്കെ കേമായിട്ട് നടത്തണമെങ്കിൽ ആനകൾ വലിയൊരു തടസ്സമാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല ക്ഷേമുഷിയും സംഘടനാ ബലവും ആൾബലവുമുള്ള മതങ്ങൾ പറഞ്ഞാൽ ഏത് സർക്കാരും മുട്ടിലഴിയും. അങ്ങനെയാണ് ആനകളോട് ഇത്ര സ്പർദ്ധ കേരളത്തിൽ വളർത്താൻ കാരണം. ഇതൊന്നും അറിയാത്ത കുറെ കഴുതകൾ കമന്റ് ഇടാറുണ്ട്, അത് വേറെ വിഷയം. എങ്കിലും ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ കലിയുഗത്തിൽ ആനയായി ജനിച്ചാലുള്ള കാര്യം പറയണ്ട, ചിന്തിക്കാൻ പറ്റില്ല. ഭാഗ്യത്തിന് ഇവൻ കലിയിലല്ല ജനിച്ചത്. അതുകൊണ്ട് ഇവൻ സുഖമായിട്ട് കുറെ കാലം എല്ലായ്പ്പോഴും ഉള്ള പോലെ വരൾച്ച വന്നപ്പോൾ വെള്ളം കുറഞ്ഞു കാട്ടിനകത്ത്. അപ്പോൾ എന്ത് ചെയ്തു? വെള്ളം തിരഞ്ഞിട്ട് ഒരു കാട്ടു തടാകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മുമ്പൊരു ശാപം കൊണ്ട് ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു ഗന്ധർവൻ, മുനിയുടെ ഇന്ദ്രന്റെ ശാപം കൊണ്ടാണെന്ന് തോന്നുന്നു. അവനവിടെ ഒരു മുതലയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മുതലയായിട്ട് ഇങ്ങനെ നമ്മുടെ പോലീസുകാർ നിൽക്കില്ലേ, മാർച്ച് മാസത്തിൽ പോലീസുകാർ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ആര്? മുതല. ആരെങ്കിലും വന്നാൽ പിടിക്കാച്ചിട്ട് ഇങ്ങനെ അവർ മാറി നിൽക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? MVD-ക്കാരും മറ്റേ പോലീസുകാരും ഒക്കെ പെറ്റിയടിക്കാൻ വേണ്ടി നിൽക്കും. ഈ സ്കൂട്ടറുകാരെ പിടി, എന്താണ് ഹെൽമെറ്റ് ഇടാത്ത എന്ന് പറഞ്ഞു. അതുപോലെ മറഞ്ഞൊതുങ്ങിയ വെള്ളത്തിൽ ഒതുങ്ങി കിടക്കുകയാണ് ആര്? നമ്മുടെ മുതല ഒരു ഗന്ധർവനാണ്. അവന് ശാപം കിട്ടിയ രൂപം മാറിയത്. ശാപം കിട്ടുമ്പോഴാണ് ഷേപ്പ് മാറുന്നത്. അപ്പോ ഇവൻ അവിടത്തേക്ക് ഇറങ്ങി. ഇവൻ ഭക്തനാണ്. ആനയാണെങ്കിൽ ഇവന്റെ ഉള്ളിൽ പൂർവ്വജന്മത്തിൽ ചെയ്തു വെച്ച പൂജയും പുണ്യമൊക്കെ ഉണ്ട് കേട്ടോ. അവന്റെ ഉള്ളിൽ നന്നായിട്ട് അറിയാം ഭഗവാൻ തന്നെ ശരണം എന്നവൻ അറിയാം. അപ്പൊ നാമം ജപിച്ചു, ഉള്ളിൽ ജപിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. മൂകജീവിയെ ജനിച്ചു എന്ന് മാത്രം. വഴി കാണുന്നത് എരുവനായിക്കടുത്ത് കല്ലെറിയുമ്പോൾ ഓർക്കണം, ചിലപ്പോൾ ഭൈരവനായിട്ടായിരിക്കും എറിയുന്നത്. ക്യാൻസറായിട്ട് തിരിച്ചു വരും, സംശയം വേണ്ട. ഒരു ജീവിയെയും അന്യായമായി അനാവശ്യമായി ഒരു പീഡയും വരുത്താൻ പാടില്ല, ഒരു ഏറ് പോലും ചെയ്യാൻ പാടില്ല. ഇത് നാരായണ ഗുരുസ്വാമി വളരെ സ്പഷ്ടമായി പറഞ്ഞു. ശ്രീനാരായണ ഗുരുസ്വാമി എന്താ പറഞ്ഞേ? ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. നിന്നെ ദ്രോഹിക്കാത്ത ഒരു ജീവിക്കും നീ ദ്രോഹം ചെയ്തു കൂടാ. അതൊരു കോമൺ ലോ ആണ്. അത് തെറ്റിച്ചാൽ വായിൽ മത്സ്യം കയറും. എവിടുത്തെ മത്സ്യം? ഡാമിലെ മത്സ്യം. എങ്ങനെ കയറും? ഷട്ടർ തുറക്കും. എങ്ങനെ തുറക്കും? മഴ അങ്ങനെ പെയ്യും. നമുക്ക് അനുഭവം ഉണ്ടല്ലോ. ചിത്തിര തോണിയിൽ അക്കരെ പോകാൻ എല്ലാവരും ഓർമ്മയില്ലേ? തോണി പോയത് 2018 ഓഗസ്റ്റിൽ. അങ്ങനെ വരും. ഒരു ജീവി ഉപദ്രവിക്കാൻ പാടില്ല. ശരി. അപ്പൊ ഇവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയതും മുതല പിടിച്ചു കാലിൽ. മുതല പിടിച്ചെന്ന് വെച്ചാൽ ബലമായ പല്ലാണ്. കുടുങ്ങി. എങ്ങനെ വലിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല. ചില ഭരണം പോലെ മാറില്ലത്. അത് നമ്മളെ കൊന്നിട്ടേ പോകുള്ള പോലെ കടിച്ചു പിടിക്കും. അപ്പൊ ഭഗവാനെ വിളിക്കുക, സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുക. ഇവൻ ശ്രീഹരിയുടെ നാമങ്ങൾ അവിടെ നിന്ന് ജപിക്കാൻ തുടങ്ങി മനസ്സിൽ. ഹരേ കൃഷ്ണ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അവന്റെ തീവ്ര ദുഃഖം, അളക്കാനാവാത്ത ദുഃഖം, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും, ഈ ദുഷ്ട ദുരിതത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിച്ച് ഉറക്ക കരഞ്ഞുകൊണ്ടിരുന്ന അവനെ
ഗരുഡന്റെ മേലേറിയ ഭഗവാൻ വന്ന് മോക്ഷം കൊടുത്തു, ഗജേന്ദ്ര മോക്ഷം. ഇതാണ് അതിൻ്റെ സക്സിങ്റ്റ് ആയിട്ടുള്ള കാര്യം. ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട്. അതൊക്കെ ഭാഗവതത്തില് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാരായണീയത്തിലും ഇത് 26-ാം ദശകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് മേൽപ്പത്തൂര്. ഇതിന്റെ സക്സിങ്റ്റ് ഐഡിയ എന്താന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന അറിഞ്ഞോ അറിയാതെയോ ഉള്ള എല്ലാ കർമ്മങ്ങളും, ചിന്തകൾ പോലും ഈശ്വരൻ, പ്രകൃതി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് അടുത്ത ജന്മം വരിക. അപ്പൊ ഈ ഒരു അടുത്ത ജന്മം എന്നൊരു തിയറി ഹിന്ദു മതത്തിൻ്റെതാണ്, കർമ്മഫല സിദ്ധാന്തം. അപ്പൊ എന്തുകൊണ്ട് ഒരു കുട്ടി അന്ധനായി ജനിക്കുന്നു? പരമകാരുണികനായ ഒരു ഈശ്വരനാണ് അവനെ ഉണ്ടാക്കിയതെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞിനെ അന്ധനായി ഭൂമിയിലേക്ക് തള്ളി വിടില്ല. വിടുവോ? വിടില്ല. വികലാംഗനായി വിടുമോ? ഇല്ല. ക്യാൻസർ പോലെ അസുഖം കൊടുത്തു വിടുമോ? ഇല്ല. എന്തുകൊണ്ട് ഇത് വരുന്നു? നാം തന്നെ ചെയ്തു വെച്ച് വിതച്ചു വെച്ച വിത്തുകളെല്ലാം മുളച്ചു പൊന്നുകയാണ്. അതാണ് നേരത്തെ പാടിയത്. ചെയ്തതിനൊത്ത ഫലം നുകരുമ്പോൾ ചിരിതൂക്കും ചിലർ കരയും. ചെയ്ത ഫലം കർമ്മം അനുസരിച്ചിട്ട് ചിലർക്ക് ലോട്ടറി അടിക്കും, വീട് കിട്ടും, നല്ല കല്യാണം നടക്കും, ഹാഹാ ചിരിക്കാം. ചിലർക്ക് നേരെ വിപരീതമെല്ലാം നടക്കും. അപ്പൊ ഈ കർമ്മഫലം എന്നതാണ് ഈ ലോകം മുഴുവൻ. കർമ്മത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരന് ഒഴിവല്ല, BJP-കാരന് ഒഴിവല്ല, കോൺഗ്രസ്സുകാരന് ഒഴിവല്ല, ലീഗുകാരനും SDP-കാരനും ഇന്ത്യയിലെ എല്ലാ പാർട്ടിക്കാരും ബാധകമാണ്. എല്ലാവരും. ഇനി പാർട്ടിയൊന്നും ഇല്ലാത്തവരും അതിലും ബന്ധമാണ്. കർമ്മഫലം രാഷ്ട്രീയം നോക്കിയോ ജാതി നോക്കിയോ വർണ്ണം നോക്കിയോ അല്ല വരുന്നത്. ബ്രാഹ്മണ ഗൃഹങ്ങളിൽ മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുന്നില്ലേ? ഉണ്ട്. പറയന്റെ വീട്ടിലും ജനിക്കുന്നില്ലേ? ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? കർമ്മം മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ. നിന്റെ ജാതി, നീ ബ്രാഹ്മണനല്ലേ, അപ്പൊ നിന്റെ വീട്ടിൽ മാത്രം ഒരു കുഴപ്പമുണ്ടാവേണ്ടെന്ന് ഒരു ഭഗവാൻ വിചാരിക്കില്ല. നീ ഏതെങ്കിലും ഒരു സ്വർണം ഭഗവാന്റെ കട്ടുകൊണ്ട് പോയിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിൽ അങ്ങനത്തെ കുട്ടികൾ ജനിക്കും, സംശയമില്ല. അല്ലെങ്കിൽ അസുഖങ്ങൾ വരും. അത് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ വർണ്ണം നോക്കിയല്ല ഭഗവാൻ കർമ്മഫലം കൊടുക്കുന്നത്, കർമ്മം നോക്കി മാത്രമാണ്. അപ്പൊ ആ കർമ്മത്തിൽ എന്താണ് വേണ്ടത്? വിവേകം വേണം. ചെയ്യുന്ന കർമ്മത്തിൽ വിവേകം വേണം. ഞാൻ ഈ ചെയ്യുന്ന കർമ്മം എനിക്കോ മറ്റുള്ളവർക്കോ ഹാനികരമാണോ എന്ന് സ്വയം ചിന്തിച്ചു മാത്രമേ ഓരോ കർമ്മവും ചെയ്യാവൂ. വടകരയിൽ എപ്പോൾ നിർത്തണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റേജ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അധ്യക്ഷനൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ 7:30 വരെ പറഞ്ഞു നോക്കാം. എന്നിട്ടും എൻ്റെ ഈ കാളിയമർദ്ദനം തുടരണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിർത്താം 7:30. 8 മണി വരെ ഉണ്ടല്ലേ? അത്രയും നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഞാൻ ബോധം കെട്ട് വീഴും, എനിക്ക് വയ്യ. അപ്പോൾ ഈ ഞാൻ എന്താ പറഞ്ഞേ? അവസാനം പറഞ്ഞ എന്താ പറഞ്ഞേ? വടകര നല്ല ആളാ, നമ്മൾ നല്ല ഹിന്ദുവാ, പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ആളാ. ഈ കോട്ടയത്തൊക്കെ ഒരു ചൊല്ലുണ്ട്, ആ ഒരു പ്രഭാഷണമോ മറ്റോ നടക്കുന്നുണ്ട്, കേട്ട് കളയാന്ന്. അതൊന്നും മനസ്സിൽ വെക്കണ്ട, കളയാന്ന്. അങ്ങനെയല്ല, പുള്ളി കേട്ടോണ്ടിരിക്കുന്ന ആളാണ്. ശരി, വെരി ഗുഡ്. അതായത് വടകരയില് ഒരു സ്ത്രീയും മകനും, ഭർത്താവ് മരിച്ചുപോയി. ഇത് നടന്ന കഥയാണ്. ആ സ്ത്രീക്ക് ഒറ്റ കണ്ണേ ഉള്ളൂ. കുഞ്ഞ് ജനിച്ച മുതലേ ഒറ്റ കണ്ണേ ഉള്ളൂ. ഇത് മനോരമയിൽ അന്ന് ശ്രീ എന്ന് ഒറ്റ ചെറിയ ടാബ്ലോഡ് വരുമായിരുന്നു. അതിലെഴുതി ഞാൻ വായിച്ചാണ്, ഞാനായിട്ട് കേട്ട കഥയല്ല, വായിച്ചതാണ്. അപ്പൊ അതിൽ ആ സ്ത്രീക്ക് ഒറ്റ കണ്ണേ ഉള്ളൂ. അപ്പൊ അതിങ്ങനെ എപ്പോഴും പണ്ടത്തെ വില്ലന്മാരെ കൂട്ട് മറച്ചിട്ടിട്ട് നടക്കുന്നത്, ഒരു കെട്ട് കെട്ടിയിട്ട് ഒരു കറുത്ത തുണികൊണ്ട് മറച്ചിട്ടാണ് ഒരു കണ്ണേ ഉള്ളവർക്ക്. അപ്പോൾ മകൻ കുറച്ചടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മകൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഇതിനായിട്ട് വന്നിരിക്കുന്നത്, വടകരയിൽ നടന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഊണ് കൊണ്ട് കൊടുക്കാൻ പോകും അമ്മ സ്കൂളിലേക്ക്. അപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോൾ മകൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്കൂളിന്റെ ഗേറ്റിന്റെ പുറത്ത് വന്ന് കാത്തു നിൽക്കും, അമ്മ സ്കൂളിന്റെ അകത്തേക്ക് കടക്കാതിരിക്കാൻ. എന്നിട്ട് അവിടുന്ന് പാത്രം വാങ്ങിയിട്ട് പോയി കഴിച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോകും. ഒരു ദിവസം എന്തോ ഒരു കാര്യത്തിന് അമ്മ അകത്ത് വന്നപ്പോൾ മകൻ വളരെ ക്രൂരമായി ചീത്ത പറഞ്ഞു, അമ്മ സ്കൂളിൽ വരണ്ട, പുറത്ത് നിന്നാ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു, ഈ വടകര ഭാഗത്തൊക്കെ ഒറ്റക്കണ്ണന്മാർക്ക് ചൊക്കരക്കണ്ണെന്നാ പറയാ, ചൊക്കരക്കണ്ണ്. നിങ്ങൾക്ക് ഒറ്റക്കണ്ണിയാണ് നിങ്ങളെന്ന് എല്ലാ കൂട്ടുകാരും പറഞ്ഞ് കളിയാക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വരണ്ട, പുറത്ത് നിന്നാ മതി. അമ്മയാണ് ഹൃദയം പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള അമ്മമാരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് വേറൊരു കുറച്ചുകൂടി തൊഴിലുകൾ പിള്ളേരെ കണ്ടാൽ ഈ കൊച്ചിനെ അടുത്ത് കല്ലിലടിച്ചിട്ട് പോകുന്ന കുട്ടികളാണ് അമ്മമാരാവുന്നത്. ആ വ്യത്യാസമുണ്ട്, പഴയ കഥയാണ്. അപ്പോ ഈ പയ്യൻ വളർന്നു,
എന്തോ ജോലിയൊക്കെ കിട്ടി, ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ പിന്നെ അമ്മ അധികപ്പറ്റാണല്ലോ, എപ്പോഴും പല കുത്തുവാക്കുകളൊക്കെ പറയും. അമ്മയ്ക്ക് വയ്യാതായി. അപ്പം മകനും ഭാര്യയും കൂടി വളരെ വൈകാതെ വേറെ കുറച്ച് ദൂരെ ടൗണിലായിട്ട് വീടെടുത്ത് താമസിച്ചു. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ. ഇടയ്ക്ക് കാശ് അയച്ചു കൊടുക്കും, വല്ലപ്പോഴും കാണാൻ ചെല്ലും. അമ്മ കത്തുകൾ ഒരുപാട് അയക്കും, പക്ഷേ മറുപടി കൊടുക്കില്ല അവർ. അങ്ങനെ കുറേ അപ്പം അമ്മയെ കാണാൻ പോക്ക് നിർത്തി വരും. അവസാനം അമ്മ ഒരു കത്ത്, അമ്മ സ്വയം എഴുതുന്നതല്ല, അയൽക്കാരനെ ഒരുത്തരം കൂടെ എഴുതി അയപ്പിക്കുന്നതാണ്. അമ്മ ഒരു കത്ത് എഴുതി അയപ്പിച്ചു. മോനെ, അമ്മ എങ്ങനെ ചൊക്കരക്കണ്ണിയായെന്ന് നിനക്ക് അറിയാമോ? അമ്മ ചൊക്കരക്കണ്ണിയായ കഥ പറഞ്ഞിട്ട് മോൻ ഇനി വന്നാൽ മതി. കാരണം വർഷങ്ങളായ ഒരു ചെല്ലാറില്ല. അതായത് ചെറുപ്പത്തിൽ ഈ കുട്ടിക്ക് ജനിച്ചപ്പോഴേ കണ്ണിൻ്റെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത്രയും. അപ്പം ഈ സ്ത്രീയുടെ എന്തോ ഒരു സഹായത്താലാണ് കുഞ്ഞിന് കണ്ണു കൊടുത്തതാണ്. ആ ടാബ്ലോയിൽ മനോരമയാണ് എഴുതിയത്, അതുകൊണ്ട് 75% എടുത്താൽ മതി. അങ്ങനെയാണ് ആ സ്ത്രീയുടെ ഓപ്പറേഷൻ കണ്ണിന് കഴിയാൻ കാരണം കുട്ടിക്ക് കാഴ്ച കൊടുത്തിട്ടാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത് കണ്ടപ്പോൾ മകൻ വല്ലാത്ത പശ്ചാത്താപം ഉണ്ടാവുകയും ഇവൻ അമ്മയെ കാണാൻ പുറപ്പെട്ടു പോവുകയും ചെയ്തപ്പോഴേക്കും അമ്മ ഇവിടുന്ന് സ്ഥലം വിട്ടു, മരിച്ചു. നമുക്കറിയാത്ത എത്രയോ ത്യാഗം ആരൊക്കെയോ എടുക്കുന്നുണ്ടാണ് നമ്മുടെ ജീവിതം സുഖകരമായിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലാതെ. സൂര്യൻ ഉദിക്കുന്നതും കൃത്യസമയത്ത് മഴ പെയ്യുന്നതും കൃത്യസമയത്ത് വെയിലുണ്ടാവുന്നതും അന്നാദികൾ വിളയുന്നതും അത് ആരൊക്കെയോ കൊയ്യുന്നതും മെതിക്കുന്നതും ആരൊക്കെയോ വെയർ ഹൗസിൽ എത്തിക്കുന്നതും അവിടുന്ന് നെല്ലാക്കി അത് കൊണ്ട് അരിയാക്കിയിട്ട് ഇവിടേക്ക് ലോറിയിൽ കൊണ്ടുവരുന്ന ഒക്കെ ആരൊക്കെയോ ആണ്, നമ്മുടെ ബന്ധുക്കളൊന്നുമല്ല. ഏതൊക്കെയോ മതക്കാർ, ഏതൊക്കെയോ ജാതിക്കാരാണ്. ഇവർക്കെല്ലാം സൗഖ്യമുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ണാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയുടെ ആ വ്യാപ്തി അതാണ്. നാം ഒറ്റയ്ക്കല്ല ഈ ലോകത്ത് സുഖിക്കുന്നത്. നാം സുഖിക്കുന്നതിന് കാരണം ഒരു 10,000 പേരും 10,000 കിളികളും 10,000 മൃഗങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ എല്ലാറ്റിനോടും നന്ദിയുള്ള ഭാവം, എല്ലാറ്റിനോടും കൃതജ്ഞതയുള്ള ഭാവം സൃഷ്ടിക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അത് ഭക്തിയുടെ ഉന്നത ഭാവമാണ്. നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു കുപ്പി നിലത്ത് വീണാൽ തൊട്ട് വന്നിച്ചിലേ എടുക്കുകയുള്ളൂ, ഒരു പുസ്തകം നിലത്ത് വീണാൽ തൊട്ട്. എന്തുകൊണ്ടാണ്? എല്ലാറ്റിലും ഒരു ഡിവിനിറ്റി, എല്ലാറ്റിലും ഒരു ദിവ്യത നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തിൻ്റെയും കാരണം നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ്. അത് തിരുത്താതെ ആയിരക്കണക്കിന് പൂജ ചെയ്തുകൊണ്ടൊന്നും ചിലപ്പം ഫലം ഉണ്ടായിക്കോണമെന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതൊന്നും പെട്ടെന്നൊന്നും നമുക്ക് രക്ഷ കിട്ടില്ല. ചിലർ എന്നോടൊന്ന് പറയാനേ, ദിവസേന ഒരുപാട് പേര് വിളിക്കും, സാറേ ഞങ്ങളുടെ വീട്ടിൽ ദുരിതമാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പം ഞാൻ അതിൻ്റെ മൂല കാരണം അവരോട് തന്നെ ചിന്തിക്കാൻ പറയും. എവിടെയോ നടന്നിട്ടുള്ള പൂർവികർ ചെയ്തതോ നമ്മൾ തന്നെ പൂർവ്വകർമ്മം ചെയ്തതോ ആയിട്ടുള്ള പല പല അബദ്ധങ്ങൾ ഉണ്ടാവാം. ഒരു മനസ്സ് വേദനിപ്പിച്ചാൽ മതി ചിലപ്പോൾ ഒരു കുടുംബം ഇല്ലാതാവാൻ. ഒരു പാഞ്ചാലി, ഒരു സ്ത്രീയുടെ വസ്ത്രാക്ഷേപത്തിന് മുതിർന്നത് കൊണ്ടാണ് രാജ്യം ഭരിക്കേണ്ടിയിരുന്നവൻ തുടയിൽ എല്ലുപൊട്ടി ഇറച്ചി പുറത്തേക്ക് ചാടി കൈ പൊട്ടി കഴുകന്മാർ പറന്നെടുക്കുമ്പോൾ അതിനെ ആട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് യുദ്ധഭൂമിയിൽ ദുര്യോധനൻ കിടക്കേണ്ടി വന്നത് ഒരു സ്ത്രീയുടെ കണ്ണീര് കാരണമാണ്. ദുര്യോധന ശാരീരിക പിടിച്ചപ്പോഴേ തുടക്കടി കിട്ടിയില്ല. കർമ്മവും കർമ്മഫലവും ഒരേ സമയത്തല്ല നടക്കുന്നത്. അങ്ങനെ കർമ്മവും കർമ്മഫലവും ഒരേ സമയത്താണ് നടക്കുന്നതെങ്കിൽ ആരും തെറ്റ് ചെയ്യില്ല. നമ്മുടെ അയ്യപ്പന്റെ കട്ടളപ്പാളിക്ക് തൊടുമ്പളേക്ക് ഷോക്ക് അടിച്ചിരുന്നെങ്കിലേ എടുക്കുമായിരുന്നോ? ഇല്ല. അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ അവിടുന്ന് കാശിങ്ങനെ എടുക്കുമ്പോഴേക്ക് ഷോക്ക് അടിച്ചാൽ സംഭവിക്കില്ല. അപ്പോഴല്ല കിട്ടുക. അത് ഗുരുവായൂരപ്പൻ ഒരു കളിയാണ്, അതൊക്കെ ഒരു ലീലയാണ്. എങ്ങനെ കർമ്മഫലം കൊടുക്കണം, അതിൽ ഹണ്ടിങ്ങിന്റെ പ്ലഷർ ഉണ്ട്. അത് ശരിക്കും മനസ്സിലാക്കി ഗുരുവായൂരപ്പന്റെ ശരിയായ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ഭാഗവതം മാത്രം വായിച്ചാൽ പോരാ, ഒരു സിനിമയും കൂടി കാണണം. അതെന്ത് വർത്താന? ഭക്തി പ്രഭാഷണം പറഞ്ഞ സിനിമ കാണാൻ പറയാണെന്ന് ചോദിക്കണ്ട. പിൻഗാമി എന്നൊരു സിനിമയുണ്ട്. പിൻഗാമി മോഹൻലാൽ അഭിനയിച്ച പടമാണ്. പട്ടാളക്കാരനാണ് മോഹൻലാൽ. അയാൾ നാട്ടിൽ തിരിച്ചു വന്നിട്ട് അയാളെ കുടുംബത്തെ ഇല്ലാതാക്കി ഓരോരുത്തരെയും രസിച്ചു കൊല്ലുന്ന കഥയാണത്. ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്, പെട്ടെന്ന് കൊടുക്കണമെന്നൊന്നുമില്ല. ഏതൊരു നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട്, റിവെഞ്ച് ടേസ്റ്റ് ഇസ് ബെറ്റർ വെൻ ഇറ്റ് ഇസ് സെർവ്ഡ് കോൾഡ്. നിങ്ങൾ പ്രതികാരം മധുരതരമാവുന്നത് ശത്രു മറന്നിരിക്കുമ്പോൾ പ്രതികാരം ചെയ്യുമ്പോഴാണ്. ശത്രു ചെയ്ത കർമ്മം മറന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതികാരം ചെയ്യേണ്ടതെന്നാണ്. അതൊരു ഇംഗ്ലീഷ് നോവൽ ഞാൻ വായിച്ചാണ്. സിനിമയിൽ മോഹൻലാൽ ഓരോരുത്തരെയായിട്ട് പിടിച്ച് കൊല്ലുന്നുണ്ട്, രസിച്ച് കൊല്ലുന്നുണ്ട്, കുളത്തിനുള്ളിൽ മുക്കി കൊല്ലുക. ആ രീതിയിലാണ് ഗുരുവായൂരപ്പന്റെ പരിപാടി. നിങ്ങളങ്ങോട്ട് തെറ്റ് ചെയ്യുമ്പോഴേക്ക് ഗുരുവായൂരപ്പൻ കല്ലെടുത്തെറിയൊന്നുമില്ല. അപ്പോ നിങ്ങളെ ഒന്ന് കളിക്കാൻ വിട്ടിട്ട് എത്രത്തോളം കളിക്കുന്നു നോക്കിയിട്ട് നിങ്ങളുടെ നുണകളെല്ലാം വിശ്വസിച്ചു എന്ന മട്ടിൽ തലയാട്ടിയിട്ട് മെല്ലെ മെല്ലെ ഇഞ്ചിഞ്ചായിട്ട് ശരിപ്പെടുത്തും. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് തെറ്റ് ചെയ്തവരാരും ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ നാരായണ എന്ന് പറഞ്ഞിരിക്കേണ്ട. നാരായണൻ അറിഞ്ഞാൽ മതി, ലോകം മുഴുവൻ അറിഞ്ഞവരായി.
പണ്ട് സീതിയാജി എഴുതിയ കത്തിൽ പറയുന്നത്, മോനെ നിന്റെ ഉമ്മാനോട് ഇത് പറയണ്ട, ലോകം മുഴുവൻ അറിയുന്നു. സ്ത്രീകളോട് രഹസ്യം പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയുമെന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ അറിയാം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് മൊത്തം അറിയാം. കാരണം ഗുരുവായൂരപ്പന്റെ പത്നിയാണ് പ്രകൃതി, പുരുഷന്റെ പത്നിയാണ് പ്രകൃതി. അതുകൊണ്ട് കർമ്മം വളരെ ശ്രദ്ധിക്കണം. ഒരു രൂപയെങ്കിലും പറ്റിച്ചെടുക്കരുത്. ഒരു ജീവിക്കും, നായ ആയിക്കോട്ടെ, പൂച്ചയായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പീഡ ഉണ്ടാക്കരുത്. നമ്മുടെ കേരളത്തിന്റെ ഗുരുനാഥനായിരിക്കുന്ന നാരായണ ഗുരുസ്വാമി പറഞ്ഞ കാര്യമാണ്. ഗീതയിലും കർമ്മഫലത്തെപ്പറ്റി അനേകമിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മുടെ നാട് ഇങ്ങനെയായി എന്നൊക്കെ ആരെങ്കിലും സ്വയം ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അതിൽ പങ്കാളികളാണെന്ന് മനസ്സിലാക്കണം. ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ സന്ധ്യാസമയം എവിടെയാണെച്ചാലും ലളിതാ സഹസ്രനാമം ചെയ്യും, പരമാവധി എവിടെയാണെച്ചാലും. ട്രെയിനിൽ ഞാൻ പോകുമ്പോൾ ഞാൻ താഴത്തെ ബർത്തിൽ ഇരുന്നിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കുകയാണ്. ഞാൻ ഒരു ഘട്ടത്തിയപ്പോൾ മനപ്പാഠം അറിയാവുന്നതുകൊണ്ട് കയ്യിൽ പുസ്തകം വെച്ചിട്ടാണെങ്കിലും കണ്ണം നടച്ചിട്ട് ഇങ്ങനെ ചൊല്ലുകയാണ്. സൃഷ്ടികർത്തി ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി, അങ്ങനെ ചൊല്ലുകയാണ്. അപ്പോൾ എന്തോ ഒരു വർഷം, പുഷ്പവർഷമാണോ അല്ലെങ്കിൽ ആത്മജ്ഞാനം വന്നാണോ, അതോ ഇനി അമ്മ ഇത്രയും കാലമായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ആളല്ലേ, ഇന്ന് അവനെ അനുഗ്രഹിച്ചേക്ക് വെച്ചിട്ട് വല്ല അനുഗ്രഹമാണ് സ്വർണ്ണവർഷമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്വർണ്ണത്തുമണി ചെയ്തേ ശങ്കരാചാര്യ ചെന്നപ്പോൾ. അതുപോലെ പെയ്യാ, എന്തുകൊണ്ട് പെയ്യുന്നു, ബുക്കിലേക്ക് വേണ്ട. കണ്ണു തുറന്ന് നോക്കിയപ്പോ പൊടി. അതെന്താണ് നോക്കുമ്പോ ഒരു ബൂട്ട് മേലെ. അപ്പോ ഒരു വിദ്വാൻ, ഒരു ചെറുപ്പക്കാരൻ മുകളിൽ നിന്ന് യാതൊരു ദയവില്ലാതെ ബൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ പരസ്പരം തിരുമ്പാണത്. എവിടേക്ക്? താഴെ ഇരുന്ന് സഹസ്രനാമം ചെയ്യുന്ന എൻ്റെ തലയിലേക്ക്. അപ്പൊ ഈ ഒരു ഇങ്ങനെ പലരും ഉണ്ട്, ബോറന്മാരാണ് അവര്. നമ്മൾ ഓപ്പോസിറ്റ് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവൻ ഷൂസ് ഇട്ട കാലോട്ട് അവിടെ ചവിട്ടിയിരിക്കും. കേട്ടോ അത് ട്രെയിനിൽ. എൻ്റെ എളിയ അഭിപ്രായത്തിൽ ആ കാല് വെട്ടിക്കളയണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനുള്ള ആരോഗ്യമില്ല എന്നുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ മുനിമാർ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ശാപം. നമുക്ക് ആരോഗ്യമില്ല ചന്തയ്യ. അപ്പോൾ ഞാൻ ലളിതാ സഹസ്രനാമാണ് തട്ടിക്കൊടഞ്ഞ് മേലുള്ള ആളോട് പറഞ്ഞു, സുഹൃത്തെ നിങ്ങൾ എന്തൊരു അധമനാണ്, എന്ത് പണ്ടാരക്കാരനാണ് നിങ്ങൾ, പണ്ടാരക്കാരനാണോ നിങ്ങൾ ഈ ഷൂസ് കുടഞ്ഞ് എൻ്റെ തലയിൽ കണ്ടുള്ളത്, ഇത് മര്യാദയാണോ, ഷൂസ് ഇട്ട് അപ്പുറത്ത് കയറാമോ? ഒരു കൂസലുള്ള ഷൂസ് അവിടെ നിന്ന് തന്നെ ഈ തട്ടി തലത്തേക്ക് ഊരിയിട്ടു അവൻ. ഞാൻ തെറിയൊന്നും പറയാൻ പോയില്ല. അപ്പോൾ വലിയ അബദ്ധമായി ഉണ്ടാവും അയാൾക്ക്. കാരണം സാത്വികരായ മനുഷ്യരെ, നല്ല കർമ്മം ചെയ്യുന്ന മനുഷ്യരെ തടസ്സപ്പെടുത്തിയാലും ഈ പ്രശ്നം ഉണ്ടാവും. അനുഭവിക്കേണ്ട പോവില്ല ആരും. ഇതേപോലെ പലരുമുണ്ട്. അപ്പൊ നാളെ എനിക്ക് അപ്പുറത്ത് കിട്ടി ഞാൻ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. എനിക്ക് കൂടിയുള്ള വാണിംഗ് ആണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുന്ന ഒറ്റ വാക്യത്തിൽ നാരായണ ഗുരുസ്വാമി കേരളക്കരോട് പറഞ്ഞ കാര്യം എല്ലാ അമ്പലങ്ങളിലും എഴുതി ഒട്ടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കണ്ടിട്ടെങ്കിലും അവർക്ക് ബോധം വരട്ടെ. ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമ. ഈ ഭഗവാൻ കൃഷ്ണൻ, ഈ സ്ത്രീകൾക്കൊരു വിചാരമുണ്ട്. ഈ നിർമാല്യം തൊഴാൻ പോകുമ്പോൾ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണത്. ഇപ്പോൾ കുറെ സാരി ഇറങ്ങുന്നുണ്ട് കൃഷ്ണന്റെ ചിത്രമായിട്ട്. കൃഷ്ണന്റെ ചിത്രം ഓടക്കോള് അതൊക്കെ തിരികി അലങ്കരിച്ച് മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് വെളിച്ചപ്പാടിന്റെ മാതിരി പെണ്ണുങ്ങൾ പുലർച്ചെ 2 മണിയാകുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ നിർമാല്യം തൊഴാൻ വേണ്ടി ഒരു വരവുണ്ട്. ഗുരുവായൂരപ്പന്റെ പ്രീതിക്ക് വേണ്ടി വരികയാണെന്നാണ് വ്യംഗ്യം. പക്ഷെ അത് ഗുരുവായൂരപ്പനെ കാണിക്കാനല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ വന്നിട്ട് അമ്മായി അമ്മൂമ്മ എന്നൊക്കെ വിളിച്ച് ഒച്ചയുണ്ടാക്കി ബഹളുണ്ടാക്കി മുമ്പിൽ കടന്ന് തിരുവാരക്കളിയൊക്കെ നടത്തിയിട്ടാണ് ദർശനം നിൽക്കുന്നത്. പുറകിൽ നാമം ജപിക്കുന്ന ഒരു പരിപാടി അവർക്കില്ല. നാമം ഗുരുവായൂർ ജപിക്കുന്ന ഒരാളേ ഉള്ളത് പി ലീലയാണ്. രാവിലെ അവർ തുടങ്ങും, 2 മണിക്ക് റെക്കോർഡിട്ട് അവര് പാടിക്കോളും ഹരിനാമ കീർത്തനമൊക്കെ. ബാക്കി ലീലമാരൊക്കെ അവിടെ ലീലാവിലാസമായിട്ട് നടക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ പൊറാട്ട നാടകം കണ്ടിട്ട് കൃഷ്ണൻ പ്രസാദിക്കും തോന്നുന്നുണ്ടോ? ഇല്ല. ശുദ്ധ ഭക്തിക്ക് മാത്രമേ ഭഗവാൻ വഴങ്ങുകയുള്ളൂ. സ്വഭാവ മഹിമയ്ക്ക് മാത്രമേ ഭഗവാൻ വഴങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് ദ്രൗപദിക്ക് ചേല കൊടുത്തത്. ദ്രൗപദിയെ ആരൊക്കെ അപമാനിച്ചോ അവരുടെ എല്ലാം രക്തം വീഴ്ത്തിയ കുലം വേരറ്റം പറിച്ച് നശിപ്പിച്ചിട്ടേ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തുള്ളൂ. അധർമ്മം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ കോട്ടകളെല്ലാം നശിപ്പിച്ചിട്ടേ ഭഗവാൻ അടങ്ങിയിരിക്കുകയുള്ളൂ. തൽക്കാലം നിങ്ങൾക്ക് സുഖം തോന്നും. That is just the calm before the storm.
ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള മൗനം മാത്രമാണത്. നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങൾ. തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ സുഖിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള മൗനമാണ്, അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ്. മേൽപ്പത്തൂര് നാരായണീയത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ ദുഃഖം കൊടുത്തു പരീക്ഷിച്ചുകൊണ്ട് ശാന്തി കൊടുക്കുന്നവനാണെന്ന്. അങ്ങനെയാണ് ഗജേന്ദ്രൻ ഉണ്ടായത്. ഗജേന്ദ്രൻ ദുഃഖം കൊടുത്ത് പരീക്ഷിച്ച് അവന്റെ കർമ്മഭാവമൊക്കെ നീക്കി മുനിയുടെ ശാപമൊക്കെ വരുത്തിയിട്ട് അവന് നല്ലത് കൊടുത്തു. പാഞ്ചാലിക്കും അങ്ങനെ തന്നെ, പാണ്ഡവർക്കും അങ്ങനെ തന്നെ. ഭഗവാൻ ആരോട് കൂടിയോ അവർക്കെല്ലാം ദുഃഖം കൊടുത്ത് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി ജ്ഞാനം കൊടുത്തിട്ടേ സൗഖ്യം കൊടുക്കുള്ളൂ ശ്രീകൃഷ്ണൻ. അത് പൂന്താനത്തിന്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ദുഃഖങ്ങളെ ഓർത്ത് നിങ്ങൾ അധർമ്മികളാണെന്ന് ചിന്തിക്കാതിരിക്കുക. ധർമ്മം ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. എന്തുകൊണ്ട് പിന്മാറരുത്? ഗീതയിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. നല്ലത് ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല അർജുന, ഞാൻ ഉറപ്പുവരുത്തും. നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ നല്ലത് എനിക്ക് എന്താ അങ്ങനെ വരുന്നത് വെച്ചാൽ, നീ പൂർവ്വജന്മത്തിൽ ആരാ നിനക്കറിയില്ല, നീ എന്തൊക്കെ കാട്ടിക്കൂട്ടി നിനക്കറിയില്ല. അതിന്റെ ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നീ അത് വേണ്ടിട്ട് തെറ്റ് ചെയ്യാൻ പോയാൽ നിനക്ക് അടുത്ത ജന്മം ഇതുപോലായിത്തീരും. അതുകൊണ്ട് നിരന്തരം നല്ലത് ചെയ്യുന്നത് ശീലമാക്കുവാൻ ശ്രമിക്കുന്നവനും തനിക്ക് ഇന്നത് വേണമെന്ന ചിന്തയില്ലാതെ ഒരു മണിക്കൂറെങ്കിലും ഭഗവൻ നാമം ജപിക്കുന്നവനും മാത്രമേ ഭക്തൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ കുറി തൊട്ട കച്ചവടക്കാരാണ് എന്ന് പ്രത്യേകം പറയട്ടെ. എനിക്ക് 8 മണി വരെയൊക്കെ പറ്റുമോ? വേണ്ടെന്ന് ചോദിക്കുക. അത്രയൊക്കെ സമയം ബോറടിക്കരുത്. ഒരു മണിക്കൂർ. ഇപ്പൊ സ്കൂളിൽ ക്ലാസ് 45 മിനിറ്റ്, കോളേജിലാണെങ്കിൽ 1 മണിക്കൂർ, അമ്പലത്തിൽ മാത്രം 1.5 മണിക്കൂർ. എന്താ അന്യായമാണ്? നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഇല്ല. എനിക്ക് തൊണ്ടയ്ക്ക് വേണ്ടെടുക്കില്ലേ? അതുമില്ല. ഞാൻ ഇവിടെ വന്നതിന് പ്രധാന കാരണം, ഞാൻ ഇപ്പോൾ പ്രഭാഷണങ്ങൾ കുറച്ചു. എല്ലായിടത്തും ഓടിപ്പോയി പരിപാടിയൊന്നുമില്ല. 10 പേര് വിളിച്ചാൽ 2 പേർക്ക് ഡേറ്റ് കൊടുക്കും. തിരുവാറന്മുള അപ്പൻ വിളിച്ചു, അപ്പൊ എനിക്ക് കാണാലോ. എന്റെ ചിന്ത എന്താ? ഭഗവാനെ കാണുക എന്നുള്ളതാണ്. ഭഗവാനെ കാണാൻ വേണ്ടി ഒരു അവസരം ആയിട്ടാണ് ഞാൻ ഈ പ്രഭാഷണത്തിന്റെ സ്വാഗതത്തെ സ്വീകരിച്ചത്, ഇൻവിറ്റേഷനെ, ക്ഷണത്തെ സ്വീകരിച്ചത്. അല്ല, നിങ്ങളെ കൊല്ലുക എന്നൊരു ലക്ഷ്യം എനിക്കില്ല. വാക്കുകൊണ്ട് അടിച്ചു കൊല്ലുക അങ്ങനെ ചിന്തയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞത് നാമം ജപിക്കണം. എന്താ ജപിക്കുക വെച്ചാൽ എന്താ പറയാ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഹിന്ദുമതത്തിൽ ഡെമോക്രസി ഉണ്ട്. ലോകത്ത് ആദ്യമായി ഡെമോക്രസി കണ്ടുപിടിച്ച ഹിന്ദുമതത്തിലാണ്. ഒരു വീട്ടിൽ തന്നെ യുക്തിവാദി, ഒരു വീട്ടിൽ തന്നെ സംഘി, ഒരു വീട്ടിൽ തന്നെ കൊങ്ങി, ഒരു വീട്ടിൽ തന്നെ കമ്മി. അല്ലേ? ഇത് നമ്മുടെ ഹിന്ദുമതത്തിൽ സവിശേഷതയാണ്. അതുപോലെ നമ്മൾ ജീവിക്കുന്നു. നമുക്കൊരു അടിച്ചേൽപ്പിക്കലില്ല. ഒരു വീട്ടിൽ ശിവന്റെ ഭക്തൻ, പരമഭക്തൻ, അതേ വീട്ടിൽ അയ്യപ്പ ഭക്തൻ, അതേ വീട്ടിൽ കൃഷ്ണഭക്തൻ, അതേ വീട്ടിൽ ഒരു ഭക്തി ഇല്ലാത്ത ഗണപതിയോ നടക്കുമ്പം കാല് കെട്ടിച്ചിരിക്കുന്നവനും ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇത് ഡെമോക്രസി അല്ലേ? ആരും നിർബന്ധിക്കുന്നില്ല, അമ്പലത്തിൽ പോടാന്ന് ഓടിക്കുന്നില്ല. എത്ര ഡെമോക്രാറ്റിക് ആയ റിലിജനാണ് ഹിന്ദുമതം. അതിന്റെ ദോഷവും അത് തന്നെയാണ്. അതുകൊണ്ട് ആരും പറഞ്ഞാൽ കേൾക്കില്ല. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അതാ പ്രശ്നം. മൗനമായി ക്ഷേത്ര അങ്കണത്തിൽ ദർശനം നടത്തണം എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. ഹിന്ദുക്കൾ ബഹളം വയ്ക്കും. നിശബ്ദത പാലിക്കൂ എന്ന് ബോർഡ് കാണുമ്പോഴാണ് ശബ്ദം ഉണ്ടെന്നുള്ള കാര്യം പോലും ഹിന്ദുക്കൾ ഓർമ്മിക്കുന്നത്. മാതാ അമൃതാനന്ദമയ മഠത്തിൽ അമ്മ ഒരു ബോർഡ് വെച്ചു കുറെ മുമ്പ്. ശബ്ദം മന്ത്രജപത്തിന് മാത്രം. ഇപ്പൊ അതെല്ലാ ക്ഷേത്രങ്ങളിലും കാണാം. ഇപ്പൊ മന്ത്രം എന്നൊരു സാധനം ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. നിശബ്ദത പാലിക്കൂ പറഞ്ഞാൽ മനസ്സിൽ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ചിന്തിക്കാലോ. അതിന് പകരം അമ്മ ഒരു ബോർഡ് വെച്ച്, എന്താണ്? ശബ്ദം മന്ത്രജപത്തിന് മാത്രം. നല്ല ബോർഡല്ലേ അത്? ഇപ്പൊ മന്ത്രജപം എന്നൊരു സാധനം ഉണ്ടെന്നും നമശിവ എന്നൊരു മന്ത്രം ഉണ്ടല്ലോ, അപ്പൊ ഓർമ്മയിൽ വരും. പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ എന്താ ചെയ്തിരുന്നത്? ഈ പോലത്തെ യോഗയൊന്നും അന്ന് അങ്ങനെ പ്രശസ്തമല്ല. അവിടെ യോഗ ചെയ്യലും ഒന്നുമില്ല. എന്താ അന്ന് ചെയ്തിരുന്നത്? സന്ധ്യയ്ക്ക് വിളക്ക് തെളിക്കും. അവിടെ ഇരുന്നിട്ട് രാമ 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 പാഹിമാം എന്ന് ചൊല്ലു അല്ലേ? അങ്ങനെ രാമന്റെ നാമം. പിന്നെ നമശിവായ 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 ജപിക്കും. പിന്നെ മറ്റേ പൂന്താനത്തിന്റെ എന്താണ്? നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരി വൈക്കത്തപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള പൂന്താനത്തിന്റെ കൃതിയാണ്. പാടും. ഈ 3 കാര്യമേ ഉള്ളൂ. ചില അത്യാവശ്യം നല്ലോണം സംസ്കൃതമൊക്കെ അറിയാവുന്ന അമ്മമാരാണ് ചില ഹരിനാമ കീർത്തനവും ജ്ഞാനപ്പാനിയും
പോരാത്തിന് രാമായണവും വായിക്കും. അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി നല്ലോണം താന്ത്രികമായിട്ടൊക്കെ പാരമ്പര്യമുള്ള ഇല്ലമോ അല്ലെങ്കിൽ അങ്ങനത്തെ തറവാടൊക്കെ ആണെച്ചാൽ അവര് വിഷ്ണു സഹസ്രനാമം വായിക്കും, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം വായിക്കും. സന്ധ്യാവേളകളിൽ ദുർഗോപാസനയ്ക്ക് ഒന്നാം തരമാണ്. ശത്രുദോഷം, ആഭിചാരാദി ദോഷം, മന്ത്രദോഷം, മന്ത്രതന്ത്രാദി ദോഷം, ബാധാദോഷമൊക്കെ നീക്കാൻ സന്ധ്യാവേളകളിൽ ദുർഗയെ ഉപാസിക്കണം. അതിന് ഏറ്റവും നല്ലത് ലളിതാ സഹസ്രനാമം ജപിക്കലാണ്. 10 രൂപയ്ക്ക് കിട്ടും പുസ്തകം, ബുക്ക് സ്റ്റോളിൽ കിട്ടും. വാങ്ങില്ല. 500 രൂപയുടെ ഷഡ്ഡി വാങ്ങിയിടും. 10 രൂപയുടെ സഹസ്രനാമം വാങ്ങി ജപിക്കില്ല. ഹിന്ദുക്കൾക്ക് പണമുണ്ട്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ല, വിഡ്ഢികളാണ്. പൊതുവെ എല്ലാവരെയും പറയല്ലോ, അടച്ചാക്ഷേപിക്കില്ല. ഒരു വലിയ ശതമാനം ബോധമില്ല, അത് സത്യമാണ്. വലിയൊരു ശതമാനം ആൾക്കാർക്കും ബോധമില്ലാത്ത എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സന്ധ്യാവേളകളിൽ നിങ്ങൾ ദുർഗയെ ഉപാസിക്കാനും ശിവോപാസന ചെയ്യാനും ഒക്കെ പ്രധാനമായിട്ടും സന്ധ്യാവേളകളിൽ ശിവനെ ഏത് സമയത്ത് ഉപാസിക്കാം. ദിവസത്തിൽ 8 യാമങ്ങളാണ്, 24 മണിക്കൂറിന് 8 യാമങ്ങളാണ്. ഓരോ യാമത്തിനും ഓരോ ദേവതയുണ്ട്, അധിദേവതയുണ്ട്. അങ്ങനെ നോക്കിയാൽ സന്ധ്യയ്ക്ക് 6 മുതൽ 9 വരെയുള്ള സമയമുണ്ടല്ലോ, ദുർഗയെ ഉപാസിക്കണം. ലളിതാ സഹസ്രനാമം നിങ്ങൾ ലളിതാ സഹസ്രനാമം ചെയ്തിട്ടും ഒരു ഗുണവും ജീവിതത്തിൽ ഉണ്ടാവുന്നില്ലേ എന്നാ എന്നോട് പരാതി പറയണ്ട, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സത്യം. ഹാർമോണിയ അല്ല, ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ, ഇപ്പൊ പാടില്ലല്ലോ, ഇപ്പൊ ഭജനയൊന്നുമില്ലല്ലോ. ശരി. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രഭാഷണത്തിന് വിളിക്കും, ഞാൻ ചെന്ന് കഴിയുമ്പോൾ അപ്പുറത്ത് ഡാൻസ്, മാല വേണോ എന്നുണ്ട് ഒരു കൂട്ടര്, ഇപ്പുറത്തൊരു കൂട്ടര് വർത്തമാനം പറഞ്ഞു വെക്കുക. അപ്പൊ ഞാനിപ്പോൾ എന്തിനാ വന്നെന്നുള്ള അവസ്ഥ പല അമ്പലത്തിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഡേറ്റ് കൊടുക്കാതായത്. വെറുതെ കേൾക്കാൻ വരുന്നവർ ലക്ഷ്യമില്ലാതെ വരുന്നവരാണ്. എന്നാൽ അതുപോലെ അല്ല എൻ്റെ ക്ലാസ്സുകൾ. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ശ്രദ്ധയോടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന കാര്യം കേൾക്കാനുള്ളവരാണല്ലോ ക്ലാസ് ചെയ്യുക. ഇപ്പോൾ ക്ലാസ്സുകളിലേക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ എനിക്ക് വരുമാനം ഉണ്ടായി, പറയുന്നതിൽ തൃപ്തി ഉണ്ടായി. അമ്പലപ്രഭാഷണത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നു പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പല സ്ഥലത്തും. കുറച്ച് പേര് ഇങ്ങനെ കേൾക്കും, ചിലർ കേട്ട് കളയാന്നുള്ള അങ്ങനെ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ. ഈ ഞങ്ങൾ കോഴിക്കോടൊക്കെ ഒരു ആട് വരും, മമ്പറത്തെ ആട്. മമ്പറം തങ്ങളുടെ ആടാണ്, ആട് മുട്ടനാടാണ്. ആ ആടിൻ്റെ പുറത്തൊരു പച്ചപ്പട്ട് വിരിച്ചിട്ട് അതിൻ്റെ മേലെ 2 ഭാഗത്തേക്ക് 2 സഞ്ചി ഇടും, വലിയ സഞ്ചി. മുട്ടനാടെന്ന് പറഞ്ഞാൽ വലിയ ആടാട്ടോ. അവനിങ്ങനെ വരും, അങ്ങാടിയിൽ വന്നിട്ട് ഓരോ കടയുടെ മുകളിലും മേന്നാക്കുമ്പോൾ കടക്കാരൻ നേർച്ചയാണത്. കടക്കാരൻ ചില്ലറ പൈസയോ നോട്ടോ അരിയോ ഒക്കെ ഇട്ട് കൊടുക്കും 2 ഭാഗത്തും. അങ്ങനെ സന്ധ്യ ആവുമ്പോഴേക്കും ഒരു മൊയിലാരുണ്ടാവും അവന് പിന്നാലെ നടക്കുന്നത്. അവൻ വന്നിട്ട് ആടിനെ കൊണ്ടുപോകും. ആടിന്റെ പുറത്തുനിന്ന് ആ പട്ടും വളയൊക്കെ എടുത്ത് മാറ്റി കിട്ടിയ കളക്ഷനൊക്കെ എടുത്തിട്ട് ആടിനെ അങ്ങോട്ട് അറുത്തിട്ട് മട്ടൻ ബിരിയാണി വെച്ച് കൂട്ടും. ഇതുപോലെയായിരുന്നു പണ്ട് ഞാൻ. എന്നെ കൊണ്ട് ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. എന്നെ അറക്കാനായിരുന്നു തീരുമാനം. ഗജേന്ദ്രനെ പോലെ എവിടെയോ പൂർവ്വപുണ്യം കടന്നുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, മോനെ ഈ പണിക്ക് നീ നിൽക്കണ്ട, നിനക്ക് വേദം പഠിച്ചവനാണ്, സംസ്കൃതം അറിയാം, നീ അത് പഠിപ്പിക്കുക. ഒരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കവലയിലും നീ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ അതോടുകൂടി രാഷ്ട്രീയക്കാരോട് ഗുഡ് ബൈ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ സനാതന ധർമ്മത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത് നിങ്ങളോടൊക്കെ അനൗപചാരികമാം വിധം സംസാരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ചിന്തിക്കണം, നിങ്ങളുടെ കുടുംബങ്ങളിൽ കടം കയറിയിരിക്കുന്നുണ്ടെങ്കിൽ, ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗുരുതരമായ അസുഖങ്ങൾ കുടുംബക്കാർക്ക് വരുന്നുണ്ടെങ്കിൽ, അതിനെല്ലാം നിങ്ങളുടെ തന്നെ കർമ്മം ആണ് കാരണം. ഇത് ചിന്തിച്ചോളാം. അതിന് പരിഹാരമായിട്ട് നിത്യനിരന്തര അനുഷ്ഠാനം വേണം. പകൽ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കണം, സന്ധ്യാനേരത്ത് ലളിതാ സഹസ്രനാമം ചെയ്യണം. പഞ്ചാക്ഷരി ഓം നമഃ ശിവായ പറ്റുന്നിടത്തോളം ജപിക്കുമ്പോൾ ഗ്രഹദോഷങ്ങൾ അവരുടെ പിടിമുറുക്കും. ഈ ശനിയും ചൊവ്വയും ചന്ദ്രനും സൂര്യനും നമ്മുടെ ഒരു വിരോധവുമില്ല. എവിടെയോ കിടക്കുന്ന ഓടനാട്ടിൽ കിടക്കുന്ന ഒരു ഗോപാലൻ നായരോട് ശനിക്ക് പ്രത്യേകിച്ച് ഒരു വിരോധവുമില്ല. പക്ഷേ ശനി എങ്ങനെ എന്തുകൊണ്ടാണ് ശനി ദോഷം എന്ന് പറയുന്നത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഗുരുവായൂർ അമ്പലത്തിന്റെ 2 സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രായമായ സ്ത്രീകളെ കാണാം. ഒരു 70 വയസ്സ് 80 വയസ്സൊക്കെ ഉള്ള സ്ത്രീകളെ നടതള്ളിപ്പോയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങളത്? മകൻ പറയാം, അമ്മയെ ഗുരുവായൂർ കൊണ്ടുപോകാൻ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറ്റും. എന്നിട്ട് തൊഴുന്ന തിരക്കിലങ്ങോട്ട് വിട്ടിട്ട് മകൻ മുങ്ങും. ഇത് നടക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികളുടെ സംസ്കാരമാണിത്. ഇവിടെ മാത്രമാണോ വെച്ചാൽ ഇവിടെ മാത്രമല്ല, വൃന്ദാവനം ഇവിടുന്ന് കുറെ ആളുകൾ പോകുന്നുണ്ട്, ഭക്തി കൂടിയ ആൾക്കാരുണ്ട് ഇവിടെ. ഹരേ കൃഷ്ണ വൃന്ദാവനത്ത് പോകും. അവിടെ വിധവകളുടെ എണ്ണാൻ പറ്റില്ല, അത്രയും വിധവകൾ അവിടെ നടതള്ളിയിരിക്കുകയാണ്.
ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചുറ്റിലും ഒരു നേരത്തെ ആഹാരം കിട്ടാതെ കണ്ണീരോടുകൂടി മക്കളെ പിരിഞ്ഞ ഹൃദയവേദനയോടുകൂടി കിടക്കുന്ന അമ്മമാരുള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉത്സവങ്ങൾ നടത്തിയിട്ട് സദ്യ ഉണ്ണാൻ പറ്റുന്നതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. എനിക്ക് പറ്റില്ല. നിങ്ങളുടെ വീടിന് തൊട്ട് മതിലിന്റെ പുറത്തൊരു പ്രായമുള്ള സ്ത്രീ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടാൽ നിങ്ങൾ എങ്ങനെ ഉറങ്ങും, എങ്ങനെ ഉണ്ണും? മനുഷ്യനാണെങ്കിൽ സാധിക്കില്ല. പക്ഷെ ഹിന്ദുക്കളുടെ ഒരു ശാപമാണ്. നമ്മുടെ അമ്മമാരെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, അച്ഛനെ ഒരു പ്രായം കഴിഞ്ഞാൽ വേണ്ട, ചികിത്സ ഒരു ഭാരമായിട്ട് എടുക്കുന്ന നമ്മുടെ അപ്പി കോരി ആളാണ് ഇയാളെന്ന ചിന്ത പോലും അമ്മയോടും അച്ഛനോടും ഇല്ല. എന്നിട്ട് അമ്പലത്തിൽ ഒന്ന് കുറി തൊട്ടൊരു വലിയ ഷോ കളിക്കുമ്പോൾ ഈ ഗുരുവായൂരപ്പൻ പൊട്ടണമൊന്നുമല്ല. നമ്മുടെ ബാല ചോദിച്ചാൽ ഞാൻ എന്താ പൊട്ടനാ എന്ന് ഗുരുവായൂരപ്പൻ നിങ്ങളോട് ചോദിക്കും. ഗുരുവായൂരപ്പൻ പൊട്ടണമൊന്നുമല്ല, നിങ്ങളുടെ കുറിതൊട്ട പ്രകടനം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ഭക്തനാണ്, അമ്പല കമ്മിറ്റി പ്രസിഡന്റാണ്, അതൊന്നും ഒരു അർത്ഥവുമില്ല. ഒരു ക്ഷേത്ര സമുച്ചയത്തിന്റെ തൊട്ടടുത്ത്, വിശ്വപ്രസിദ്ധമായ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് എത്രയോ 10, 20, 30 സ്ത്രീകൾ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടെന്ന് കണ്ടാൽ ഈ രാജ്യത്തിന്, ഈ നാടിനൊരു ഉത്തരവാദിത്വമില്ലേ? എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി. അവർ കരയുകയാണ്. എന്താ കാര്യം? മകൻ ഗുരുവായൂർ അമ്പലം കാണിക്കാൻ കൊണ്ടുവന്നാണ്. മകൻ പോയി, തിരിച്ചു പോകാൻ വഴിയറിയില്ല, അവരുടെ അടുത്ത് ഫോണില്ല. ആരും ഒരു 5 രൂപ കൊടുക്കും. ഹിന്ദുക്കളല്ലേ, ഉണ്ട കൈ കൊണ്ട് കാക്കയെ പോലും തെളിക്കില്ല, കാരണം അതിനൊരു മറ്റു കെട്ടിപ്പോയാലോ. ഇങ്ങനെ അമ്മമാരെ ഉപേക്ഷിക്കുക, അച്ഛനെ ഉപേക്ഷിക്കുക, അമ്മയും അച്ഛനെയും ഉപദ്രവിക്കുക, മുത്തച്ഛനെ ഉപദ്രവിക്കുക, മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ജന്മത്തിന്റെ അന്ത്യദശയിലോ അടുത്ത ജന്മത്തിലോ നിശ്ചയമായിട്ടും ശനിയുടെ ക്രൗര്യം അനുഭവിക്കേണ്ടി വരുന്നതാണ്. നിങ്ങൾ മുതിർന്നവരോടും നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാത്ത ജീവജാലങ്ങളോടും ദ്രോഹം ചെയ്താൽ നിങ്ങളുടെ ചാർട്ടിൽ, നിങ്ങളുടെ ജാതകത്തിൽ ശനി വിപരീതമായിരിക്കും. 19 കൊല്ലം മിനിമം നിങ്ങളെ നിർത്തിപ്പോയിരിക്കും അത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കർമ്മം വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രായമായവരെ സംരക്ഷിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർക്ക് മരുന്ന് കൊടുക്കുക, ആഹാരം കൊടുക്കുക, സ്നേഹമസൃണമായി മര്യാദാമസൃണമായി സംസാരിക്കുക, അതൊക്കെ വേണമല്ലോ. അതും നല്ല കാര്യമില്ല, അത് മരുന്നാണ്. അമ്മ ഏതാ മരുന്ന് എറിഞ്ഞു കൊടുക്കുകയല്ല, അമ്മയോട് അടുത്തിരുന്ന് അല്പകാര്യം അമ്മയോട് സംസാരിച്ച്, അച്ഛനോട് സംസാരിച്ച്, മുത്തച്ഛനോട് സംസാരിച്ച്, വീട്ടിൽ വളർത്തുന്നതായ എനിക്ക് എൻ്റെ അനുഭവം പറയാം. ഞാനൊരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു മുമ്പ്. ഇപ്പോഴും വാടക വീട്ടിൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം മുമ്പ് താമസിച്ചൊരു വാടക വീട്ടിൽ ഗൃഹനാഥൻ, ഞാനൊരു സായക്ക് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ചെറിയൊരു കൂട്ടിൽ ആ നായ്ക്ക് നിവർന്ന് നിൽക്കാൻ വയ്യ. അത് അതിനെ കൊണ്ടുവന്ന കാലത്ത് പപ്പിയായിരുന്നു, അപ്പം ഇട്ട കൂടാണത്. വളർന്നിട്ട് എന്നിട്ട് നിൽക്കാൻ വയ്യ. എന്നെ കണ്ടപ്പോൾ എണീച്ചെന്ന് അതിൻ്റെ ഡ്യൂട്ടി എടുത്തു, അത് കുരച്ചു. അപ്പോൾ ഗൃഹനാഥൻ പുറത്തേക്ക് വരൂ സ്വാമി എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഇരുത്തി, എനിക്ക് ചായയൊക്കെ തന്നു. അപ്പം ഞാൻ എൻ്റെ വിഷയം പുറത്തേക്ക് ഇട്ടു. ഞാൻ വാടക കൊടുത്തിട്ട് പറഞ്ഞു, അല്ല എന്താ ചേട്ടാ ഈ നായ ഇങ്ങനെ ചെറിയ കൂട്ടിട്ട്? അത് മതി, അതിനൊക്കെ മതി എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമായി, കാരണം അതിന് നിന്ന് തിരിയാൻ വയ്യ. മാത്രമല്ല അതിൻ്റെ ഈ പൃഷ്ഠഭാഗം മുഴുവൻ പുഴുവാണ്, അപ്പി ഇട്ടിട്ടിട്ടിട്ട് അവിടെ കിടക്കുന്നത്. അപ്പൊ ഞാൻ പറയാം, അപ്പി ഒന്നും ക്ലീൻ ചെയ്യാത്ത എന്താണ്? പുള്ളി പറയാം, ഞങ്ങളൊരാഴ്ച ഒരു ഫാമിലി ടൂർ പോയിരുന്നു. ഒരാഴ്ച ഫാമിലി ടൂർ പോകുമ്പോൾ ആ നായ്ക്ക് 7 ദിവസം ആഹാരമില്ല കേട്ടോ. അതിനെ തുറന്നു വിട്ടാൽ എവിടെയെങ്കിലും തെണ്ടി തിന്നെങ്കിലും ചെയ്യും. കൂട്ടിലിട്ട് അടച്ചിട്ട് പൃഷ്ഠം മുഴുവൻ പുഴുവരിച്ച് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ നാവാണ്, ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുതേ, മഹാപാപം. നായ്ക്കൾ ഭൈരവ സ്വരൂപമാണ്. ക്യാൻസർ എന്ന അസുഖത്തിന്റെ അധിപൻ ഭൈരവനാണ്. ദയവ് ചെയ്തത് ചെയ്യരുത്. ഒന്നല്ലെങ്കിൽ വലിയ കൂട്ടരേക്ക് മാറ്റുക, വൃത്തിയുള്ള സാഹചര്യം സൃഷ്ടിക്കുക, ആഹാരം കൊടുക്കാൻ ആരും നിർത്തുക, അല്ലെങ്കിൽ അതിനെ അഴിച്ചുവിടുക. അപ്പൊ അയാൾ എന്നോടൊരു വാക്ക് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് അപമാനിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരാളുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല എന്ന് കാണിക്കാൻ പറഞ്ഞൊരു വാക്കാണ്, നീ നിന്റെ ട്രൗസർ ഇട്ടാൽ മതി എന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു സ്വയം സേവനായോണ്ടാണോ അങ്ങനെ പറഞ്ഞെന്ന് ചിന്ത എനിക്കുണ്ടായി. അന്നൊക്കെ ട്രൗസർ ആയിരുന്നു. ഞാനിങ്ങനെ റൂട്ട് മാർച്ചൊക്കെ പോകുന്ന ആൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണോ എന്നൊരു സംശയം എനിക്കുണ്ടായി. പക്ഷെ അയാൾ എന്നെ കളിയാക്കിയതാണ്. നീ നിന്റെ ട്രൗസർ ഇട്ടാൽ മതി, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. നീ നിന്റെ ട്രൗസർ ഇട്ടാൽ മതി, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ശരിയപ്പാ, ഞാനൊന്നും പറഞ്ഞില്ലേ, സന്ധ്യാസമയമാണ്, ഞാൻ ഇറങ്ങണം. ഞാൻ ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കൃത്യം 1 മാസം ആയിട്ടുണ്ടാവും, 27 ദിവസം കൂട്ടിക്കോ. എന്നെ ഇവരുടെ മകൾ വിളിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി, എന്താ വിഷയം? അല്ല, അച്ഛന് സുഖമില്ലാതായി. എന്താ പറ്റിയത്? തൊണ്ടയ്ക്ക് ക്യാൻസർ.
അപ്പം ഞാൻ പറഞ്ഞു എന്താ സ്ഥിതി? അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല, കുറച്ച് ഗ്രോത്ത് വന്നിട്ടുണ്ട്, സ്റ്റേജ് കുറച്ച് മോശമാണ്. എന്നോടാണോ? ശരി, പരിചയക്കാരായ എനിക്കറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? മിംസ് ഹോസ്പിറ്റൽ, കോഴിക്കോട് മിംസ് ഉണ്ട്, മിംസിൽ അഡ്മിറ്റാണ്, ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരു 2-3 ഇപ്പം ഞാനിത് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അയാളെ കാണാൻ പോയി. തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയുണ്ട് ചേട്ടാ? അയാൾ ആ കിട്ടിയ പാഠം പഠിച്ചില്ല. പുള്ളി പറയാണ് എനിക്കൊരു കുഴപ്പമില്ല, മാറി, പൂർണ്ണമായിട്ടും മാറി. ആ സാധനക്കെടുത്ത് മാറ്റി, ഈ കല്ല് പോലത്തെ സാധനക്കെടുത്ത് മാറ്റി, സൂപ്പർ, ഞാൻ ഹാപ്പിയാണ്. എനിക്കറിയാം ഭൈരവന്റെ പരിപാടി എനിക്ക് ശരിക്കറിയാം. ആദ്യം ഒരു കൊട്ട് കൊടുക്കും, അടുത്ത കൊട്ടിന് ആളുണ്ടാവില്ല. ഗുരുവായൂരപ്പൻ ഒരു 10 കൊട്ട് കൊട്ടിയിട്ടേ കൊല്ലുള്ളൂ, ഭൈരവൻ 2ാമത്തെ കൊട്ടിന് തീർക്കും. അപ്പം ഞാൻ പറഞ്ഞു മാറിയില്ല, നന്നായി. ഞാൻ നോക്കുമ്പോൾ ആ നായ ഉണ്ടല്ലോ അതേപോലെ അവിടെ ഉണ്ട്, ഒരു മാറ്റമില്ല, കൂടും മാറിയിട്ടില്ല, കൂടും വൃത്തിയാക്കിയിട്ടില്ല. എൻ്റെ ധർമ്മം ഞാൻ ചെയ്യണ്ടേ? ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു, ആ നായൊന്നും ഈ അതൊന്നും പറയണ്ട, അതൊക്കെ അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപമാനിച്ചു. ഞാൻ പിന്നെയും പോന്നു. ശരി, ഓക്കെ. പിന്നെ ഒരാഴ്ച അയാൾ ജീവിച്ചില്ല. കഠിനമായ അടുത്ത വീട്ടുകാരോട് പറഞ്ഞു, കരച്ചിൽ രാത്രിയിൽ. ഭൈരവൻ രുദ്രനാണ്. ആരാണ് രുദ്രൻ? കരയിപ്പിക്കുന്നവനാണ് രുദ്രൻ. എന്തുകൊണ്ട് കരയിപ്പിക്കുന്നവൻ? നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ശൂലം കൊണ്ട് നിങ്ങളുടെ തൊണ്ടക്കെട്ട് കുത്തിയിട്ട് നിങ്ങളെ കരയിപ്പിക്കുന്നവനാണ് രുദ്രൻ. അതുകൊണ്ട് മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കരുത്, പ്രായമുള്ളവരെ ഉപദ്രവിക്കരുത്, അനാഥരാക്കരുത്. ഇതൊക്കെ എല്ലാം പാഠമാണ്. കർമ്മം എന്തായാലും വരും. ആന്റണിക്കും വരും, ജനാർദ്ദന നായർക്കും വരും, മുഹമ്മദിനും വരും. മതവും ജാതിയും കർമ്മഫലത്തിന് പ്രസക്തമല്ല. ഈശ്വരൻ നോക്കുന്നത് സത്കർമ്മവും ദുഷ്കർമ്മവും മാത്രമാണ്. അതുകൊണ്ട് നാം എല്ലാം സത്കർമ്മം ചെയ്യുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാടകത്തിനോ ഡാൻസിനോ ഒക്കെ വേദി വിട്ടുകൊടുക്കുകയാണ്. ശബ്ദം അവിടെ നിന്ന് വല്ലാതെ വരുന്നുണ്ട്, നിർത്തുന്നു. എനിക്ക് ഭഗവാനെ കാണാൻ കൊതിയായി, ഞാൻ ഭഗവാനെ കാണാൻ പോവാണ്. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്ത സ്മരണം, ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമ ജയം.